മുതലായിട്ടുള്ള മഹൽ ശക്തികളുടെ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ 5-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. ഭഗവാന്റെ ലീലകൾ, ബാലലീലകളോട് കൂടിയിട്ടാണ് നമുക്ക് സ്വയംവരം വരെ ഉള്ള ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത്. മധുരയിൽ കംസന്റെ കാരാഗൃഹത്തിൽ ജനിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ്റെ കൂടെ നേരെ വൃജത്തിലേക്ക് ഭഗവാൻ യാത്രയായി. വസുദേവര് ഉണ്ണിയെ അവിടെ കിടത്തി പെൺകുട്ടിയെ തിരിച്ച് പെൺകുട്ടിയോടൊത്ത് മധുരയിലേക്ക് പ്രവേശിക്കുകയാണ്. നേരെ ദേവകീ ദേവിയുടെ കയ്യിലേക്ക് ഈ പെൺകുട്ടിയെ കൊടുത്തു. ദേവകീ ദേവി എടുത്തപ്പോഴേക്കും ഈ പെൺകുട്ടി കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ടിട്ടാണ് കംസഭൃത്യന്മാരെ ഉണർന്നത്. നോക്കൂ, അവരുടെ ഒരു ഭാഗ്യമില്ലായ്മ ആലോചിച്ച് നോക്കൂ. സാക്ഷാത് ജഗദീശ്വരൻ മുമ്പിലൂടെ അങ്ങോട്ട് പോയി. ആ ജഗദീശ്വരനെ മറയ്ക്കുന്ന മായ മുമ്പിലൂടെ ഇങ്ങോട്ട് വന്നു. രണ്ടിനെയും വേദവ്യാസന് രണ്ടിനെയും കാണാൻ സാധിച്ചു എന്നാണ്. ഇവർക്കത് രണ്ടും കാണാൻ സാധിച്ചില്ല. കംസഭക്തന്മാർ കംസനോട് ദേവഗിരിയിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞു. 8ാമത്തവനാണ് വന്നത് എന്ന് മനസ്സിലാക്കി അവനെ നിഗ്രഹിക്കാനായിട്ട് കംസൻ വന്നെങ്കിലും ഇത് പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിയെ എനിക്ക് വളർത്താൻ തരണേ എന്ന് ദേവകീ ദേവി കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ അതൊന്നും കംസന്റെ ചെവിയിലെത്തിയില്ല. ആ പെൺകുട്ടിയുടെ 2 കാലുകളും പിടിച്ച് തന്റെ മുകളിലേക്ക് ഉയർത്തി മുമ്പിലുള്ള കല്ലിലെ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത്. പക്ഷേ ആ കംസന്റെ കയ്യിൽ നിന്നും ആ പെൺകുട്ടി ഉയർന്ന നേരെ മുകളിലേക്ക് പോയി. 8 തൃക്കൈകളെ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങളുമായിട്ട് സാക്ഷാൽ ജഗദീശ്വരിയായിട്ട് ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള ആ ജഗദംബിക കംസനോട് പറയുകയാണ്, കംസ, നിന്നെ നിഗ്രഹിക്കാനുള്ള നിന്റെ ശത്രു ജനിച്ചിട്ടുണ്ട്, അത് ഞാനല്ല, നീ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതി അന്തർധാനം ചെയ്തു. അപ്പോഴേക്കും കംസന് തന്റെ തെറ്റൊക്കെ മനസ്സിലായി. കംസൻ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ആ തടവറയിൽ നിന്നും മോചിപ്പിച്ച നമുക്ക് 2 പേരുടെയും കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് കംസൻ ചെയ്യുന്നത്. കംസനിലെ വലിയൊരു മഹിമ അത് നമുക്കൊന്ന് കാലത്ത് തന്നെ അനുസ്മരിക്കാം. നമുക്കൊന്നും ഇല്ലാത്ത ഒരു സ്വഭാവമാണതല്ലേ. എന്തെങ്കിലും തെറ്റ് ചെയ്യും ആരോടെങ്കിലും, നീ അത് തെറ്റാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുക. എങ്കിൽ മധുരയെ ഭരിക്കുന്ന കംസൻ എന്ന രാജാവാണ് തനിക്ക് താൻ തെറ്റ് ചെയ്തു, ആരോടാണോ തെറ്റ് ചെയ്തത് അവരോട് തന്നെ തന്റെ തെറ്റുകളെല്ലാം പൊറുക്കണേ എന്ന് കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുന്ന ഒരു കംസനെ നമുക്കിവിടെ കാണാം. അപ്പൊ കംസനിലെ ആ നല്ല സ്വഭാവത്തെ നമ്മളും സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയാ. എന്ന് മാത്രമല്ല, കംസൻ പറയണു, അതെ, ഞാൻ നിങ്ങളുടെ മക്കളെ കൊന്നു എന്നുള്ള തോന്നലൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നമ്മളൊക്കെ കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ച്, കർമ്മബന്ധത്തിനനുസരിച്ചിട്ടാണ് വരുന്നതും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുന്നതും മരിച്ചു പോണതൊക്കെ കർമ്മബന്ധമാണ് ഇതിനെല്ലാത്തിനും കാരണം. ബാക്കിയെല്ലാം കേവലം നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മക്കളെ കൊന്നു എന്നൊരു തോന്നലൊന്നും വേണ്ടാട്ടോ. ആദ്യം ക്ഷമ യാചിച്ച് അവരുടെ മനസ്സിനെ ശാന്തമാക്കി അവർക്ക് വേണ്ടതായിരിക്കുന്ന ആ ഉപദേശം, സത്യത്തിനെ ഇവിടെ കംസൻ പറഞ്ഞു കൊടുക്കുന്ന രംഗം. അപ്പൊ നോക്കൂ, കംസൻ അറിവില്ലാത്തവൻ അല്ല, കംസൻ അറിവുള്ളവനാണ് കംസൻ. പക്ഷേ ആ അറിവിനെ പുറമേക്ക് പ്രകടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. നമുക്കും അത് തന്നെയാണ് പ്രശ്നം. കാരണം ഈ കംസൻ, ആദ്യം തന്നെ പറഞ്ഞാൽ എളുപ്പമുണ്ട്, ഈ കംസൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള രജോ ഗുണമാണ് ഈ കംസൻ എന്ന ഭാവം. നമ്മുടെ ഉള്ളിൽ ഈ രജോ ഗുണം ഉള്ളത് കൊണ്ട് എന്താ, അഹങ്കാരം വരണോ? ഈ അഹങ്കാരം വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അറിവ് പ്രകാശിക്കുന്നില്ല. ആ ഒരു കംസൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഒരു കംസൻ നമ്മുടെ ഉള്ളിൽ ഇല്ലേനും, എന്താ, ചെയ്ത തെറ്റിന്റെ മാപ്പപേക്ഷിക്കുന്ന കംസൻ നമ്മുടെ ഉള്ളിൽ ഇല്ലേനും, അത് നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒരു നല്ല കംസനെ ഉള്ളിലേക്ക് എടുത്തോളൂ, നമ്മുടെ ഉള്ളിലുള്ള ചീത്ത കംസനെ നമുക്ക് പുറമേക്ക് വിടണം. അതിനുശേഷം കംസൻ തന്റെ രാജധാനിയിലേക്ക് പോയി മന്ത്രിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മന്ത്രിമാർ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊല്ലണം എന്നാണ് അവർ പറഞ്ഞത്. കംസനോടോട് ജഗദീശ്വരി പറഞ്ഞത് എന്താ, അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവശക്തി, ആത്മശക്തി നമ്മളോട് പറയണത്. എന്താ, ഭഗവതി പറഞ്ഞു, എത്ര കോമാ പൂർവശത്രുഹു, അതെ, നിന്റെ ശത്രു ഉണ്ടല്ലോ, അത് പുതിയ ആളല്ല, പഴയ ശത്രു. ആ പഴയ ശത്രുവിനെ നീ കണ്ടെത്തി കൊന്നോ എന്നാണ്. അപ്പൊ നമ്മളോടും ഭാഗവതം തന്നെയാ പറയാം, നമുക്ക് പുതിയതായിട്ടൊരു ശത്രു ഇല്ല. എന്നാണോ നാം ഇവിടെ മനുഷ്യനായി വന്നത്, എന്നാണോ നമ്മളെ മായ പിടിച്ചത്,
അന്ന് മുതൽ നമ്മുടെ ഉള്ളില് കാമാദികളാകുന്ന ശത്രുക്കളുണ്ട്. അത് നമ്മുടെ പഴയ ശത്രുക്കളാണ്, പുതിയതായിട്ട് ആരുമില്ല. നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെ ഓരോരോ ശത്രുക്കൾ, അല്ലെങ്കിൽ ഓരോരോ ദിവസം ഓരോരോ ആളുകൾ എൻ്റെ ശത്രുക്കളായി മാറുമെന്നൊക്കെ തോന്നും. ഒന്നുമല്ല, ശത്രുക്കൾ പുതിയതല്ല, ശത്രുക്കൾ പഴയതാണ്. ആ പഴയ ശത്രുവിനെ നാം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. അതാണ് കംസനോട് പറഞ്ഞത്, നിന്റെ പഴയ ശത്രു വന്നിട്ടുണ്ട്, ആ ശത്രുവിനെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ശത്രു വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ്, ശത്രു ഇപ്പൊ ചെറിയൊരു ഉണ്ണിയായിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ അവൻ അത്ര ശക്തി ഉണ്ടാവില്ല, ഇപ്പൊ കൊല്ലാൻ എളുപ്പമാണ്, അതുകൊണ്ട് അവനെ കൊല്ലണം എന്നൊക്കെയായിത്രേ. വിഷ്ണുവിനെ ഇല്ലാതെയാക്കാൻ എന്താ വഴി വെച്ചാൽ ബ്രാഹ്മണരെ ദ്രോഹിക്കുക, ഭക്തന്മാരെ ദ്രോഹിക്കുക, നാമജപം ഇല്ലാണ്ടാക്കുക, ധർമ്മത്തിനെ ഇല്ലാതെയാക്കുക, അതൊക്കെയാണ് അതിനുള്ള വഴി എന്നൊക്കെ ഈ മന്ത്രിമാരുടെ വാക്ക് കേട്ട് കംസൻ അത്തരം രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് തുടങ്ങി. ബ്രാഹ്മണര്, പശുക്കള്, വേദം, തപസ്, സത്യം, ദമം, ശമം, ശ്രദ്ധ, ദയ, തിതിക്ഷ, ഇതൊക്കെയാണ് ഭഗവാന്റെ അവയവങ്ങൾ. ഇതൊക്കെ ഭഗവാന്റെ അവയവങ്ങളാണ്. അപ്പോ ഭഗവാനാകുന്ന ആ ശരീരം, ആ ശരീരത്തിൽ അനവധി അവയവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ശരീരമായിട്ട് മാറണതേ. ആ ഭഗവാൻ എന്നുള്ള ശരീരത്തിന്, ധർമ്മം എന്നുള്ള ശരീരം, അത് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ബ്രാഹ്മണർ വേണം, അവരുടേതായിട്ടുള്ള ആചാരം വേണം, പശുക്കൾ വേണം, ആ പശുക്കളെ സേവിക്കണം, വേദ ഉപാസന വേണം, തപസ് വേണം, സത്യം വേണം, ദമം വേണം, ശമം, ഇതെല്ലാം വേണം. ഇത് ഓരോന്ന് ഇല്ലാതെയാകും തോറും ഇവിടെ ധർമ്മം എന്ന ശരീരത്തിന് ഒരു താഴ്ചയാണ്, ക്ഷീണമാണ് സംഭവിക്കുക. അപ്പോൾ ധർമ്മത്തിൽ നിന്ന് നമുക്ക് സുഖാനുഭവം എന്നുള്ളത് ഉണ്ടാവില്ല. ഇവിടെ മധുരയില് ധർമ്മത്തിനെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി എന്നാണ്. ശിശുകമ്പരൻ പരീക്ഷത്തിനോട് പറയാണ്, പരീക്ഷത്തെ രാജാവേ, നമുക്ക് എന്തെല്ലാം കേമത്വം, എന്തെല്ലാം യോഗ്യത ഉണ്ടായിട്ടും കാര്യമില്ല. എത്ര കാലം തപസ് ചെയ്തതിന്റെ ഫലമായിക്കോട്ടെ, ഏതൊക്കെ ആളുകൾ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എന്തുമായിക്കോട്ടെ, അങ്ങനെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആയുസ്, സമ്പത്ത്, യശസ് എന്ന് വേണ്ട എന്ത് തന്നെ നമുക്കുണ്ടെങ്കിലും എപ്പോഴാണോ നാം സജ്ജനങ്ങളെ നിന്ദിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ഇത് ഓരോന്നായിട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ കംസന് ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടു വരുന്നു എന്നാണ്. എന്നാൽ അവിടെ അമ്പാടിയില് ഓരോന്ന് നേടുന്നതായിട്ടുള്ള ഗോപന്മാരുടെ കഥയും പറയും. ഇതിൽ നമുക്ക് ഈ അധ്യായത്തില് സാക്ഷാൽ ജഗദീശ്വരിയായിട്ട് കംസന ഭഗവതി ദർശനം നൽകുന്ന രംഗം മുതലായിട്ടുള്ള അനുസ്മരിക്കാം. ഇന്ന് പുസ്തകം എടുക്കാൻ പറഞ്ഞതാണ്. ഇന്നലേക്ക് ഇത് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ എടുത്തോളൂ. ഇന്നലെ വരെ പറഞ്ഞിരുന്നില്ല, എടുത്തോളൂ പറഞ്ഞില്ല. അപ്പൊ പിന്നെ കുറച്ചു നേരമായി നോക്കണം, എന്താ പതിവ് പോലെ കൊണ്ടുപോകാത്തെന്ന്. എടുത്തോളൂ, പുസ്തകം എടുത്തോളൂ. നാളെയിലും ആ കീർത്തനം ചൊല്ലുന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ സമയത്തായാലും ബഹളമില്ലാത്ത രീതിയിൽ വന്ന് പുസ്തകം എടുത്ത് കൊണ്ടുവന്നുകൊണ്ട് വിരോധമില്ല. ചതുർത്ഥോധ്യായ ശ്രീശുക ഉവാച ബഹിരന്തഃ പ്രദ്വാരഃ സർവാഃ പൂർവവദാവൃതാഃ തതോ ബാലധ്വനിശ്രുത്വാ ഗൃഹപാലാഃ സമുദ്ധ്യതാഃ തേതു തൂർണമുപവ്രജ്യ ദേവക്യാഗർഭജന്മതൽ ആചക്ഷുർഭോജരാജായ യദുദ്വിഗ്നഃ പ്രതീക്ഷതേ സതൽപാൽ തൂർണമുത്ഥായ കാരയമിതി വിഹ്വല സൂതീഗൃഹമകാൽ തൂർണം പ്രസ്ഖലൻ മുഖതമൂർധജ തമാഹ ഭ്രാതരം ദേവി കൽപ്പനാകരുണം സതി സ്നുഷേയം തവ കല്യാണ സ്ത്രീയം മാ ഹന്തുമരിഹസി ബഹവോ ഹിംസിതാ ഭ്രാത ശിശവപാവകോർമാ ത്വയാ ദൈവന സൃഷ്ടേന പുത്രികൈക പ്രദീയതാം നന്വഹം തേ ഹ്യവരജാതീന ഹതസുധാ പ്രഭോ യാതുമരിഹസി മന്ദായ അംഗേ മാം ശരമാം പ്രജാം. ശ്രീശുക ഉവാച ഉപഗുഹ്യാത്മജാമേവം വിദഗ്ധ്യ ദീനദീനവൽ യാജതസ്താമിരന്ധസ്യ ഹസ്താദാദിച്ഛതേ ഖല താം ഗൃഹീത്വാ ചരണയോർജാതമാത്രാം സുസുസുതാം അബോധയച്ഛിരാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ സാതൽ ഹസ്താൽ സമൽപത്യ സദ്യോ ദേവ്യംബരം ഗതാ അദൃശ്യതാനുജാ വിഷ്ണോ സായുധാഷ്ടമഹാഭുജ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ജയ ജയ മഹാദേവി. അഷ്ടൗ ഭുജാംഗീം മഹിഷസ്യ മർദിനീം സശംഖചക്രാം ശതശൂലധാരിണീം
താം ദിവ്യയോഗീം സഹജാതവേദസീം ദുർഗാം സദാഹം ശരണം പ്രപദ്യേ. महिषमस्तकनृत्तविनोदनस्फुटरणन्मणिनूपुरमेഖല जननरक्षणमोक्षविधायिनी जयतु शुम्भनिशोदिनी. ज्ञानिनामपि चेतांसि देवी भगवती हि सा बलादादृश्यमोहाय महामाया प्रयच्छति. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ജയ ജയ മഹാദേവി. ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ. ദിവ്യസ്ര അംബരാലയപരത്നാഭരണഭൂഷിതാധനശൂലേഷു ചർമ്മാസി ശംഖചക്രഗദാധര സിദ്ധചാരണഗന്ധർവൈരാപ്സരഃ കിന്നരോടകൈഃ ഉപാഹൃതോർബുലിഭിः സ്തൂയമാനേതമബ്രവീത്. കിം മയാ ഹൃദയാ മന്ദാജാതഃ ഖലു തവാന്തകൃല യത്ര ക്വ വാ പൂർവശത്രുർമാ ഹിംസീഃ കൃപണാൻ വൃഥാ ഇതി പ്രഭാഷിതം ദേവീ മായാ ഭഗവതി ഭുവി ബഹുനാമനികേതേഷു ബഹുനാമാ ബഭൂവഃ. തയാ അഭിഹിതമാകർണ്യകം സഃ പരമവിസ്മിത ദേവകീം വസുദേവം ച വിമുച്യ പ്രശ്രുത്വാ അബ്രവീത്. അഹോ ഭഗിന്യഹോ ഭാമ മയാ വാംബത പാത്മനാ പുരുഷാദ ഇവാപത്യം ബഹവോ ഹിംസിതാഃ സുതാഃ. സത്വഹം ത്യക്തകാരുണ്യസ്ത്യക്തജ്ഞാതിസുഹൃൽഖല കാംലോകാൻ വൈ ഗമിഷ്യാമി ബ്രഹ്മഹേവ മൃതശ്വസൻ. ദൈവമാപ്യാനൃതം വക്തി നമർത്യ ഏവ കേവലം യദ്വിശ്രംഭാദഹം പാപ സ്വസ്വർനിഹതവാൻ ശിശുവൻ. മാ ശോചതം മഹാഭാഗാവാത്മജാൻ സുഹൃതം ഭുജ ജന്തവോ ന സദൈവത്രദൈവാധീനാസ്തദാ സതേ. ഭുവി ബഹുമാനി ഭൂതാനി യഥായാന്ത്യഭയാൻ ദിശ നായമാത്മാ തഥേതേഷു വിപരീത യഥൈവ ഭൂഃ. യഥാനേവം വിദോ ഭേദോ യഥ ആത്മവിപര്യ ദേഹയോഗവിയോഗൗ ച സംസർത്തിർന നിവർത്തതേ. തസ്മാൽ ഭദ്രേ സുതനയാൻ മയാ വ്യാപാദിതാനപി മാനശോചയത സർവസ്തു കൃതം വിന്ദദേവശ. യാവതഥോസ്മി ഹന്താസ്മിത്യാത്മാനം മന്യതേ അസുഭൃ താവയുതതഭിമാന്യജ്ഞോ ബാധ്യബാധകതാമയാൽ ക്ഷമത്വം മമ ദൗരാഗ്യം സാധവോദീനവത്സലാഃ ഇത്യുക്തോ ആശ്രമുഖ പാദൗ സ്യാല സ്വസ്രോരഥാഗൃഹീല മോചയാമാസ നികടാൽ വിശ്രബ്ധകന്യകാകില ദേവകീ വസുദേവം ച ദർശയന്നാത്മസൗഹൃദം ഭ്രാതുസമൃതപ്രസ്യാക്ഷാന്തുവാരോഷം ദേവകീ വിസർജൽ വസുദേവശ്ച പ്രഹസ്യതമുവാചഃ. ഏവമേതം മഹാഭാഗ യഥാ വദസി ദേഹിനാം അജ്ഞാനപ്രഭവാഹന്തി സ്വപരേതി വിദായത ശോകഹർഷഭയദ്വേഷലോഭമോഹമദാന്വിതാഃ മിഥോ ഘ്നന്ദം ന പശ്യന്തി ഭാവൈർഭാവം പൃഥഗ്ദൃശ. ശ്രീശുക ഉവാച കംസ ഏവം പ്രസന്നാഭ്യാം വിശുദ്ധം പ്രതിഭാഷിതാ ദേവകീ വസുദേവാഭ്യാമനുജ്ഞാതോ അവിശൽഗൃഹം യതസ്യാം രാത്രിയാമിരീയായാം കംസാഹൂയമന്ത്രിണ തേഭ്യാജഷ്ടതൽ സർവം യദുക്തം യോഗനിന്ദ്രയാ ആകർണ്യ ഭർത്തൃഗരിതം തമോജുർദേവശത്രവ ദേവാൻ പ്രതികൃതാമിഷാദയതേയാനാതികോവിദാഃ. ഏവം ചേത്തർഹി ഭോജേന്ദ്ര പുരഗ്രാമ പ്രജാദിഷോ അനിർദശാൻ നിർദശാം ചഹനിഷ്യാമോ അദ്യ വൈ ശിശൂൻ കിമുദ്യമൈകലിഷ്ഠിന്തി ദേവാ സമരഭീരവ നിത്യമുദ്യുഗ്രമനസോദ്യാഘോഷൈർധനുഷസ്തവ അസ്ഥിതസ്തേ ശരപ്രാതൈർഹന്യമാനാഃ സമന്തതഃ ജിജീവിഷവുത്സൃജ്യപലായന പരായോ കേജൽ പ്രാഞ്ചലയോദീന ന്യാസ്തശസ്ത്രാദിവൗകസ മുക്തകച്ഛശ്രാഃ കേജിൽ ഭീതാസ്മ ഇതി വാദിന നത്വം വിസ്മൃതശസ്ത്രാസ്ത്രാൻ വിരധാൻ ഭയസമൃദ്ധാൻ അംസന്യാസകൃതവിമുഖാൻ ഭഗ്നചാപാൻ അയുദ്ധിത കിം ക്ഷേമശൂരയവിബുധൈക സംയുഗതികഥനൈഃ രഘോജുഷാ കിം ഹരണാശംഭുനാ വാവനോകസ കിം ഇന്ദ്രേണ അല്പവീര്യേണ ബ്രഹ്മണാ വാ തപസ്സിത തഥാപി ദേവാസാപജ്ഞാമോപേക്ഷ്യ ഇത് മന്മഹേ തതസ്തന്മൂലഹരണേ നീക്ഷ്വാസ്മാനനുപ്രദാന യഥാമയോം യദ്സമുപേക്ഷിതോ നൃഭിർന്ന ശക്യതേ രൂഢപദശ്ചികിത്സിതും യഥേന്ദ്രിയഗ്രാമ ഉപേക്ഷിതസ്തഥാനിപുർമഹാൻ ബദ്ധബലോ ന ചാല്യതേ. മൂലം ഹി വിഷ്ണുർദേവാനാം യത്ര ധർമ്മസ്നാദന തസ്യ ബ്രഹ്മോ വിപ്രാസ്തവോ യജ്ഞാസ ദക്ഷിണാഃ. തസ്മാ സർവാത്മനാ രാജൻ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന തപസ്വിനോ യജ്ഞശീലാൻ ഗാശ്ച ഹന്മോഹവിർദുഃഖാഃ വിപ്രാഗാവശ്ച വേദാശ്ച തപസ്സത്യന്തമശ്ച ശ്രദ്ധാദയാദിദിക്ഷാ ചക്രതവശ്ച ഹരേസ്തനൂഃ. സാ ഹി സർവസുരാധ്യക്ഷോ ഹ്യസുരദിഗ്ഗുഹാശയ തന്മൂലാ ദേവതാ സർവാസേശ്വരാഃ സതിധർമുഖാഃ. അയം വൈ തൽവതോ വായോ യദൃഷീണാം ഹിംസനം. ശ്രീശുക ഉവാച ഏവം ദുർമന്ത്രിഭിः കംസസഹ സമ്മന്ത്രദുർമതിഃ ബ്രഹ്മഹിംസാം ഹിതമേനേ കാലപാശാവൃതോസുര സന്ദിശ്യ സാപി ലോകസ്യ പദജഗതിനപ്രിയാൻ കാമരൂപധരാൻ ദിക്ഷുദാനവാൻ ഘമാവിശൽ തേവൈർജപ്രകൃതയാ സ്തമസാ
തേ വൈരജഹൃതകൃതയസ്തമസ മൂഢചേതസ സദാ വിദ്വേഷമാശേരുരാരാധാഗതമൃത്യവഃ ആയുശ്രിയം യശോധർമ്മം ലോകാനാം ശിശേവജ ഹന്തി ശ്രേയാംസി സർവാണി പുംസോ മഹദതിക്രമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതി നന്ദാദയോ ഗോപാഃ കൃഷ്ണരാമകഥാം മുദാ കുർവന്തോ രമമാണാശ്ച നാവിന്ദൻ ഭവവേദനാം. നന്ദഗോപുരം മുതലായിട്ടുള്ള വ്രജവാസികളുടെ മഹാഭാഗ്യത്തെ ഭാഗവതം വർണ്ണിച്ചു തരികയാണ്. യശോദ പ്രസവിച്ചു എന്നറിയാം, പക്ഷെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കാനുള്ള സമയം കൂടി ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ യശോദ മാത്രമല്ല, നന്ദഗോപർക്ക് ലേശമൊക്കെ വയസ്സായി. ആ വ്രജത്തിന്റെ അധിപനാണ്, ആ ഒരു പ്രവിശ്യയുടെ അധിപനാണ് നന്ദഗോപര്. സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ലേശം പ്രായമാവുകയും ചെയ്തു യശോദയ്ക്കും. ഇനി സന്താനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യശോദയ്ക്ക് വിശേഷമായതും. അപ്പോ ഇത്ര കാലം ഭഗവാനെ സേവിച്ചതിന്റെ ഫലമായിട്ട് ഇവരൊക്കെ ഭഗവാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും ഭഗവാൻ തന്നെയാവും ഇവരുടെ ഉണ്ണിയായിട്ട് വരിക എന്ന് ഗോകുലവാസികൾക്കൊരു തോന്നലുണ്ടായിരുന്നു. യശോദ പ്രസവിക്കാനൊക്കെ ഉള്ള ഏകദേശം ഒരു സമയമൊക്കെ ആയി എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ തന്നെ ഇവരുടെ മകനായി വരും എന്ന് ഉറപ്പിച്ച അവര് ഭഗവാന്റെ ആ വരവിനെ ഞാനാണ് ലോകത്തിനെ ആദ്യം അറിയിക്കുക, ഞാനാണ് അറിയിക്കുക എന്ന ഭാവത്തില് അവരെല്ലാവരും അനവധി സ്ത്രീകള് യശോദയുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് കയറാൻ പോലും പറ്റില്ല അത്ര, കാരണം നിറച്ച് സ്ത്രീകളാണ് അവയെ. അതുകൊണ്ട് ഗൃഹത്തിന് പുറമെ വലിയ വലിയ വാദ്യങ്ങളുമായിട്ട് അവരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭഗവാന്റെ വരവിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇവിടുന്ന് വസുദേവര് പോയതോടു കൂടിയിട്ട് ഭഗവാൻ അതാ കരയുന്നു. കരച്ചിൽ കേട്ട് ഗോകുലവാസികൾ ഉണരുകയാണ്. യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി, നന്ദഗോപുരക്ക് ഉണ്ണിയുണ്ടായി എന്ന ഭാവത്തിൽ അവര് ഭഗവാന്റെ ആ അവതാരത്തെ വേണ്ടതുപോലെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. അതിനുശേഷം നന്ദഗോപുര നികുതി അടയ്ക്കാൻ വേണ്ടി മധുരയിലേക്ക് പോയ രംഗമാണ് പറയാം. നികുതി അടയ്ക്കാൻ മധുരയിലേക്ക് പോയി നികുതി അടച്ചു. അദ്ദേഹം വസുദേവരെ കണ്ടു. വസുദേവര് പറയാണ്, വ്രജത്തില് ചില ദുർനിമിത്തങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. ഇവിടെ വ്രജം എന്നാണ് ഭാഗവതം കൂടെ പറയുന്ന പ്രയോഗം. എന്താണ് വ്രജം എന്നാൽ ഭഗവാന്റെ വരവോടുകൂടി ആ വ്രജത്തില് തത് ആരഭ്യനന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസ ആത്മഗുണൈ രമാക്രീഡം അഭൂനൃപ. പശുക്കളെ നോക്കി ഉപജീവനം നടത്തുന്നവരാണ്. പക്ഷേ അവിടെ ഇപ്പതാ അവർക്ക് ധാരാളം സമ്പത്തുണ്ടായി. ഈ ഭൗതികമായിട്ടുള്ള സമ്പത്ത് മാത്രമല്ല, ആത്മീയമായിട്ടുള്ള സമ്പത്തിനെയും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന് ഭാഗവതം പറയുന്നു. ഭൗതികമായിട്ടുള്ള സമ്പത്ത് അത് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ആത്മീയമായിട്ടുള്ള സമ്പത്താണ് വേണ്ടത് എന്നും ജീവിതാനുഭവം കൊണ്ട് നമുക്കറിയാം. ഇങ്ങനെ ആത്മീയമായിട്ടുള്ള രീതിയിൽ ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള ആളുകളായി മാറി ആര്? ആ വ്രജത്തിലുള്ള ആളുകള് എന്നാണ്. വ്രജം എന്നാൽ എന്താണ് എന്നാണെങ്കിൽ ഗാവഹ എത്ര വ്രജന്തി, എവിടെയാണോ പശുക്കളെ യഥേഷ്ടം സഞ്ചരിക്കുന്നത് അതിനെ വ്രജം എന്ന് പറയാം. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാലോ, ഭഗവാൻ എവിടെയാണോ നിറഞ്ഞിരിക്കുന്നത്, വ്രജനം വ്യാപൃതി, എവിടെയാണോ പരമാത്മാവ് പൂർണ്ണനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സ്ഥലത്തിനെയും എന്ത് പറയാം? വ്രജം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ചോദിക്കാൻ വെച്ചാൽ ഭഗവാൻ ഇല്ലാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ ലോകത്തില്? എല്ലാ ദിക്കിലും ഭഗവാൻ ഇല്ലേ? എല്ലാ ദിക്കിലും ഭഗവാൻ ഉണ്ടെങ്കിലും ഓരോരോ സ്ഥലങ്ങളിലും ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ ലേശൊക്കെ കഷ്ടപ്പാടാ. എന്നാൽ അവിടെ ഇങ്ങോട്ട് ചെന്ന് ഇറങ്ങ വേണ്ട, ഇനിയിപ്പോൾ അവിടേക്ക് ശരീരം കൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങോട്ട് ഇരുന്ന് വ്രജം എന്നങ്ങ് ഓർത്താൽ തന്നെ ഈ വ്രജത്തിനെ പൊതുവെ എന്ന് നമ്മൾ വൃന്ദാവനം എന്നൊരു ഭാഷ കൊണ്ട് പറയണു എന്ന് മാത്രം. വ്രജത്തില് അനവധി വനങ്ങളുണ്ട്, അതിൽ ഒരു വനം മാത്രമാണ് വൃന്ദാവനം. വ്രജത്തിലെ വനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള വനം അതാണ് വൃന്ദാവനം. അപ്പൊ ഇങ്ങനെ അനവധി സ്ഥലങ്ങൾ അടങ്ങിയ പ്രദേശത്തെയാണ് വ്രജം എന്ന് പറയാം.
ആ വ്രജത്തിനെ കുറിച്ച് അഥവാ വൃന്ദാവനത്തിനെ കുറിച്ച് ശരീരം അവിടെ എത്തിയില്ലെങ്കിലും ആ വൃന്ദാവനത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പരമാനന്ദം. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായ സന്തോഷം കിട്ടുന്നത്? വൃന്ദാവനം എന്ന് ഓർക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ആര് വന്നു? ഭഗവാൻ വന്നു. എന്നിരിക്കെ അവിടെ പോകുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ആനന്ദം ചിന്തിച്ചു നോക്കൂ. അപ്പൊ പിന്നെ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ ജീവിക്കാൻ സാധിക്കുന്നവരുടെ ആനന്ദം ആലോചിച്ചു നോക്കൂ. ആ വൃന്ദാവനവാസികൾ അന്ന് ഉള്ളവര് മാത്രമല്ല, ഇന്നും വൃന്ദാവനവാസികൾ അവരാണ് ആത്മീയമായിട്ട് ഏറ്റവും സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ. കാരണം ഭഗവാൻ പ്രത്യക്ഷനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. എല്ലാതെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിലും ആ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ സാധാരണ സ്ഥലങ്ങൾ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ആ വ്രജത്തിലേക്ക്, വൃന്ദാവനത്തിലേക്ക് പോയി നോക്കൂ, ആ ഭഗവാനെ പ്രത്യക്ഷീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ആ ഭഗവത് ദർശനത്തിലൂടെ പൂർണ്ണമായിട്ടും സമ്പന്നരായി മാറിയ ആളുകളാണ് വ്രജവാസികള്. ആ വ്രജവാസികളുടെ പരമാനന്ദത്തിനെ കുറിച്ചിട്ടാണ് ഭാഗവതം പറയാ. അപ്പൊ നമുക്കായാലും സന്തോഷമുണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ആപത്ത് വരൂ എന്നുള്ള പേടിയാണ് അല്ലേ? എന്നാൽ വ്രജവാസികൾക്ക് ആ പേടി പോലും ഭഗവാൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ വ്രജത്തിലേക്ക് വന്ന ഓരോരോ ആപത്തുകളെയും ഭഗവാൻ ആനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആനന്ദമയമാക്കി തീർക്കാനുണ്ടായതേ. ഭഗവാൻ ശ്രീരാമന്റെ ലീലയില് ആദ്യത്തെ ലീല ഏതാണെന്ന് ചോദിച്ചാൽ, വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്ക് പോയി ഭഗവാൻ ആദ്യം ആരുടെ കഥയാ കഴിച്ചത്? താടകയുടെ കഥയാ കഴിച്ചത് അല്ലേ? എന്നിട്ടാണ് അവിടെ നിന്ന് ലീല ആരംഭിക്കുക. ഇവിടെ കൃഷ്ണൻ ആരുടെ കഥ കഴിച്ചിട്ടാണ് ലീല ആരംഭിക്കുക? പൂതനയുടെ കഥ കഴിച്ചിട്ട്. ഭഗവാന് സ്ത്രീകളോട് വല്ല വിരോധമുണ്ടോ എന്നാവും സംശയം. കലികാലത്ത് രാമനെയും കൃഷ്ണനെയും സേവിക്കേണ്ടത് എന്ന് ഭാഗവതം പറയും. രണ്ടുപേരും ആദ്യത്തെ പ്രവൃത്തി തന്നെ എന്താ? സ്ത്രീകളെ നിഗ്രഹിക്കുകയാണ് ചെയ്തത്. ഇവിടെ എന്താ അതിന് കാരണം? പൂതനാമോക്ഷമാണ് ഭാഗവതം പറഞ്ഞു തരാം. എന്തേ അതിൻ്റെ ഉള്ളിലുള്ള ഭാവം എന്നാണെങ്കിൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പൂതന എന്ന സ്ത്രീയെ പറഞ്ഞയക്കുന്ന ആളാരാ? കംസനാണ്. കംസൻ എന്ന് പറഞ്ഞാൽ രജോ ഗുണാണ്. നമ്മുടെ ഉള്ളിൽ രജോ ഗുണാണ് കംസൻ എന്ന് പറഞ്ഞത്. ഈ രജോ ഗുണത്തിൽ നിന്നാണ് എന്തുണ്ടാവുക? ആഗ്രഹം ഉണ്ടാവുക. ആഗ്രഹമാണ് മറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ആദ്യത്തെ ആളായിട്ട് കാമം, ആഗ്രഹം എന്ന് പറയും. ഈ ആഗ്രഹത്തിൽ നിന്നാണ് എന്തുണ്ടാവുക? ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ആഗ്രഹത്തിൽ നിന്നാണ്. നമ്മളൊക്കെ നമ്മുടെ അമ്മയിൽ നിന്നും ഉണ്ടായ ആൾക്കാരാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ആഗ്രഹത്തിന് ഒരു സ്ത്രീഭാവം കൊടുത്തു തന്നെയുള്ളൂ. അല്ലാണ്ട് സ്ത്രീകളോട് ഭഗവാന് ദേഷ്യം ഉണ്ടായിട്ടല്ല. സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളും നമുക്കുണ്ട്. അതില് സത്വഗുണമാണ് വെച്ചാൽ കുഴപ്പമില്ല. എന്നാൽ രജോ ഗുണവും തമോ ഗുണവും അതാണ് അധികരിച്ച് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നാണ് കാമാദികളാകുന്ന ഓരോന്നുണ്ടാവുക. അപ്പോ ആഗ്രഹത്തിൽ നിന്നും മറ്റ് ഓരോ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ആഗ്രഹത്തിനെ ഇവിടെ ഒരു സ്ത്രീ ആയിട്ട് ചിത്രീകരിച്ചു എന്ന് മാത്രം. അപ്പൊ ആദ്യം തന്നെ ആഗ്രഹത്തെ ഇല്ലാതെയാക്കിയാൽ മറ്റ് എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കും. ഇതാണ് രാമനായിട്ട് അവതരിച്ചും കൃഷ്ണനായിട്ട് അവതരിച്ചും ആദ്യം ഒരു സ്ത്രീവധം ചെയ്തതിന്റെ പിന്നിലുള്ള ഭാവം ഇതാണ്. ആഗ്രഹത്തിനെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമാണോ? ആഗ്രഹമില്ലാത്തതിനെ ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷെ പറ്റിയേക്കാം, ഒരു പക്ഷേ തന്നെ പറയാനുള്ളൂ. എന്നാൽ നാം ആഗ്രഹിക്കുന്നതിനെ പോലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മെ പോലുള്ളവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആഗ്രഹം ഒരിക്കലും ഉണ്ടാവരുത് എന്ന ഭാവത്തിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ മോഹിക്കണ ഓരോരോ സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ കൈവശം വെച്ചു. അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മോഹത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. മോഹിച്ചതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തവർക്ക് മോഹത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, ഭഗവാനെ എനിക്ക് വേണ്ട വരം എന്താണ്? ഒന്നിനോടും മോഹം തോന്നരുത്. മോഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ മോഹം ഇല്ലാതെയാക്കുക. അപ്പൊ നമുക്ക് മോഹം ഇല്ലാതെയാക്കാൻ പറ്റില്ല. നമുക്കൊക്കെ ആകെ കൈമുതലായിട്ടുള്ള ഒരേ ഒരു സാധനം അതാ, എന്ത്? മോഹിക്കുക. എന്ത് കണ്ടാലും മോഹിക്കുക, എന്ത് കേട്ടാലും മോഹിക്കുക എന്നുള്ള നമുക്ക് മോഹത്തിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഭാഗവതം പറയാണ്, ഒന്നിനെയും വേണ്ടാന്ന് വെക്കണ്ട, മോഹിച്ചതിനെയും വേണ്ടാന്ന് വെക്കണ്ട, മോഹത്തിനെയും വേണ്ടാന്ന് വെക്കണ്ട. ഒരു കാര്യം ചെയ്തോളൂ, ലോകത്തിലെ മറ്റ് പലതും മോഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഭഗവാനെ കൂടി മോഹിക്കുക, കൃഷ്ണനെ കൂടി മോഹിക്കുക. എന്നാലോ ആ കൃഷ്ണനെ നമുക്ക് നേടാൻ സാധിക്കും. ആ ഒരു മോഹത്തിന്റെ പ്രതീകം കൂടിയാണ് ആര്? ഈ പൂതന.
കംസൻ പറഞ്ഞയച്ചിട്ടാണ് പൂതന ഗോകുലത്തിലേക്ക് വരണതേ. ഒരു സുന്ദരിയുടെ വേഷം കെട്ടിയിട്ടാണ് ഈ പൂതനയുടെ വരവ്. ഈ വേഷം കെട്ട് കണ്ടപ്പോ ഗോകുലവാസികൾക്ക് അവരിൽ സംശയമൊന്നും ഉണ്ടായില്ല. ഈ ഉണ്ണിയുടെ മറ്റാരുമില്ലാത്ത സമയത്താണ് ഉണ്ണിയെ മടിയിലെടുത്ത് വെച്ച് സ്തന്യപാനം ചെയ്യിക്കാനുള്ള കഴിവ് അവൾക്കില്ല. കാരണം അവൾ പ്രസവിച്ചിട്ടില്ല. എന്നാലും തൻ്റെ സ്തനങ്ങളിലെ കാളകൂട വിഷം പുരട്ടി വന്നിട്ട് ഈ കുട്ടികളുടെ വായിലേക്ക് ഈ സ്തനം വെച്ചു കൊടുത്ത് അങ്ങനെ കുട്ടികളെ കൊല്ലുക എന്നാണ്. കാരണം ഈ കംസന്റെ ശത്രു ജനിച്ചിട്ടുണ്ട്, അധിക ദിവസം ആയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ജനിച്ചിട്ട് അധിക ദിവസമാവാത്ത കുട്ടികൾ എവിടെയുണ്ടാവുക? അമ്മയുടെ അടുത്തുണ്ടാവുക. അങ്ങനെ പ്രസവിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോവാൻ പുരുഷനേക്കാളും എളുപ്പമാർക്കാം സ്ത്രീക്കാണ്. അതുകൊണ്ടാണ് പൂതനയെ തന്നെ ഈ കംസൻ ഇതിനെ നിയോഗിച്ചത്. ആ പൂതന എത്രയോ ശിശുക്കളെ കൊന്ന് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി പൂതന ഒരു സുന്ദരിയുടെ വേഷം കിട്ടിയിട്ടാണ് വരണത്. കാരണം അവളുടെ ശരീരത്തോടു കൂടിയിട്ടാണ് വരണേച്ചാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ആളുകൾ പേടിച്ച് ഓടിപ്പോകും, ഈ ഉണ്ണിയെ കൊണ്ടുപോകും. അപ്പോഴാണ് വേഷം മാറിയിട്ടായിരുന്നു വരവ്. അപ്പൊ അതുകൊണ്ട് ആർക്കും സംശയമൊന്നും ഉണ്ടായില്ല. ഈ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചു. ഈ ഉണ്ണി ഈ തൻ്റെ കഞ്ചുകങ്ങളെ മാറ്റി സ്തനത്തിനെ ഈ ഉണ്ണിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഭഗവാനാണെങ്കിൽ അമ്മിഞ്ഞ പാല് കുടിക്കാനുള്ള മോഹത്തോടുകൂടി കുടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മധുരല്ല കയ്പാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് വെളുപ്പല്ല അല്ലേ, നിനക്ക് കറുപ്പാണല്ലേ, ഇപ്പൊ വെളുത്ത ശരീരം എടുത്തിട്ടാ വന്നത്. പക്ഷെ വെളുത്ത ശരീരമുള്ള ഒരു സുന്ദരി ആയിരുന്നില്ല, കറുത്ത ശരീരമുള്ള ഒരു രാക്ഷസിയായിരുന്നു ആര്? ഈ പൂതന. ഭഗവാൻ പറഞ്ഞു, നീ ഇങ്ങനെ നിന്റെ ഉള്ളിൽ നല്ലതുണ്ട്, ആ നല്ലതിനെ എനിക്ക് തരാതെ ചീത്തയെ എനിക്ക് തരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിലുള്ള നല്ലതിനെ ഞാൻ എടുത്തോളാം എന്ന ഭാവത്തിൽ സ്ഥലങ്ങളിലൂടെ പഞ്ചപ്രാണങ്ങളെയും തന്നിലേക്ക് ഭഗവാൻ എടുക്കാനുണ്ടായത്. അങ്ങനെ പൂതന പ്രാണൻ പോകുന്ന വേദന അനുഭവിച്ചുകൊണ്ട് അലറി കരഞ്ഞ് അവിടെ ചത്തുമലച്ച് വീഴുകയാണ് ഉണ്ടായത്. ആ പൂതനയുടെ ശരീരത്തിലുള്ള ഉണ്ണിയെ ഗോപികമാര് ചേർന്ന് ഇറക്കി എന്ന് മാത്രമല്ല, ഉണ്ണിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ രക്ഷകളും അവർ ചെയ്തു. ബാലരക്ഷ എന്നാണ് ഇവിടെ പറയാ. ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ എന്ന്. ആരെ? ഭഗവാനെ. ഭഗവാൻ, എൻ്റെ ഭഗവാനെ, നിന്റെ കാര്യം നീ തന്നെ നോക്കണേ, ഇത്രയേ ഒരു പറഞ്ഞുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നർത്ഥം. ഭഗവാൻ ആ ഉണ്ണിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ രക്ഷയും നൽകണേ എന്ന ഭാവത്തിലായിരുന്നു അവരുടെ ബാലരക്ഷ എന്നുള്ളത്. പിന്നീട് ഈ പൂതനയുടെ ശരീരം കീറി മുറിച്ച് ദൂരെ ഒരിടത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു എന്നാണ്. അത് കത്തുന്ന സമയത്ത് സുഗന്ധമാനുണ്ടായത് ആതനുതാ സുഗന്ധിം എന്ന് ഭട്ടതിരിപ്പാട് നാരായണത്തിൽ പറഞ്ഞു തന്നു. പൂതയല്ലാത്തവളെ ഭഗവാൻ പൂതയാക്കി. പൂത എന്ന് വെച്ചാൽ ശുദ്ധമായവൾ. എന്നാ പൂത ശുദ്ധമല്ലാത്തവളായിരുന്നു, ഭഗവാൻ അതിനെ ശുദ്ധമാക്കി തീർത്തു. നമ്മുടെയൊക്കെ ശരീരം ദഹിക്കുന്ന സമയത്ത് സുഗന്ധമാണോ ഉണ്ടാവുക? അല്ല, ദുർഗന്ധമാണ്. കാരണം എന്താ? അത് ചീത്തയാണ്. ശരീരം ദഹിക്കുമ്പോൾ മാത്രമല്ല അല്ലേ, പരസ്യത്തിൽ കാണുന്ന സോപ്പ് 10 തവണ തേച്ച് കുളിച്ചാലും 10 മിനിറ്റ് വെയിലത്ത് നിന്നാൽ പിന്നെ ശരീരത്തിൽ നിന്ന് ജീവനുള്ളപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് എന്ത് വാസനയാ വരികയെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഋഷഭയോഗീശ്വരന്റെ കഥ പറഞ്ഞു ഭാഗവതം. ഋഷഭയോഗീശ്വരന്റെ മലമൂത്രങ്ങൾക്ക് പോലും സുഗന്ധമായിരുന്നു. അത്രയും ശുദ്ധമാണ് ഹൃദയം. ഉള്ള് അത്രയും ശുദ്ധമാണെങ്കിൽ പുറമെയും ശുദ്ധമാവുന്നതാണ്. ഉള്ളു ശുദ്ധല്ലേ, പുറമെയും ശുദ്ധമാവില്ല. എന്തായാലും നമ്മുടെയൊക്കെ ശരീരം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേർപ്പിന്റെ വാസനയാണ് വരുന്നത്. ഇവളുടെ ശവശരീരം അതെങ്ങനെയുള്ള പൂതന? ലോകപാലക നീ രാക്ഷസി രുധിരാശന. ലോകത്തിലെ കുട്ടികളെ കൊണ്ടു നടക്കുന്നവൾ, ആ കുട്ടികളുടെ ചോര കുടിക്കുന്നവൾ, ആ കുട്ടികളുടെ മാംസം ഭക്ഷിക്കുന്നവൾ, ഇങ്ങനെയുള്ള ഘോരയായിട്ടുള്ള ആ പൂതനയുടെ ശരീരം ദഹിക്കുമ്പോൾ പോലും കത്തുമ്പോൾ പോലും സുഗന്ധമാനുണ്ടായത്. കാരണം മദംഗസംഗസ്യ ഫലം നദൂരേതി. ഭട്ടതിരിപ്പാട് നാരായണത്തിൽ അങ്ങനെ പറഞ്ഞു. എങ്ങനെയായി പൂതനയ്ക്ക് സുഗന്ധം ഉണ്ടായത്? എന്നെ തൊട്ടാൽ അതിന്റെ ഫലത്തിന് വേണ്ടി സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതി ആദ്യ ഭാഗവതം പറഞ്ഞു തന്നു. ഓരോന്നിന്റെ ഫലത്തിനെ കിട്ടാൻ വേണ്ടി അനവധി കാലം കാത്തിരിക്കേണ്ടി വരുമെങ്കിൽ ഭഗവത് സ്പർശം ഉണ്ടായാൽ, മനസ്സിന് ഭഗവത് സ്പർശം ഉണ്ടായാൽ അതിന്റെ ഗുണാനുഭവത്തിന് അനവധി കാലം കാത്തിരിക്കേണ്ട. സദ്യോ ഹൃദ്യവരുദ്ധ്യതേ. സദ്യ എന്നാണ്. സദ്യ എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് എന്നർത്ഥം. അതാണ് മദംഗസംഗസ്യ ഫലം നദൂരേതി. എന്നെ തൊട്ടാൽ അതിന്റെ ഫലം അത് ഉടനെ തന്നെ അനുഭവിക്കാൻ പറ്റും. ആ ഭഗവത് സ്പർശം ഏറ്റോടുകൂടി പൂതയല്ലാത്തവൾ പൂതയായി തീർന്നു, ശുദ്ധയായി തീർന്നു. അതാണ് അവരുടെ ശരീരത്തെ
കത്തിക്കുമ്പോൾ സുഗന്ധമുണ്ടായത്. ഗോകുലത്തിൽ എന്തൊക്കെയോ വലിയ അപകടം വരാൻ കേട്ടോ, വേഗം പൊക്കോളൂ എന്നാണ് വസുദേവര് സുഹൃത്തായിട്ടുള്ള നന്ദഗോപുരത്തിനെ കാണാൻ വന്നപ്പോ പറഞ്ഞതേ. വളരെയധികം കാലം കാത്തിരുന്നിട്ട് ഉണ്ടായ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണിക്ക് എന്തെങ്കിലും അപകടം പറ്റാവൂ എന്ന് പരിഭ്രമിച്ച നന്ദഗോപുര തിരിച്ചുകൊണ്ട് എത്തുമ്പോഴാണ് സുഗന്ധം. എവിടുന്ന് അത്ര സുഗന്ധം വരണേ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. ഈ പൂതനാമോക്ഷം എന്നുള്ള രംഗത്തെ ഇവിടെ പറഞ്ഞു കൊടുത്തത്. നമ്മൾ പറഞ്ഞു ഈ പൂതനമോഹം ആണ് എന്ന് പറഞ്ഞു. ഇവിടെ പൂതനയായിട്ട് വരാനും കാരണം എന്താണ്? അതും മോഹം തന്നെയാണ്. നമ്മൾ ഓരോരോ ശരീരത്തെ കൂടി ഇരുന്ന് ഓരോന്ന് അനുഭവിക്കണമെങ്കിൽ അതിനും കാരണം എന്താ? അതിനും കാരണം മോഹം തന്നെയാണ്. ഈ പൂതനയ്ക്കും ഒരു മോഹം ഉണ്ടായിരുന്നു അത്രേ. എപ്പോഴാന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അല്ല കേട്ടോ. മോഹത്തിന്റെ പ്രതീകമാണ് ഇവിടെ പൂതന എന്ന് പറഞ്ഞു. ഈ പൂതനയ്ക്കും ഒരു മോഹം ഉണ്ടായതുകൊണ്ടാണ് ഭഗവാനെ കിട്ടിയത് എന്നും ഗർഗസംഹിതയിൽ കാണാം. ഇപ്പോഴല്ല കേട്ടോ, കുറച്ചു കാലം മുമ്പാണ്. ഇതേ ഭഗവാൻ അന്ന് വാമനനായിട്ട് വന്നിരുന്നു. മഹാബലിയുടെ യാഗശാലയിലേക്ക് വന്നപ്പോ രൂപാനുരൂപ അവയവം താരുണ്യ ആരംഭരമ്യം എന്ന ഭട്ടതിരിപ്പാട് വർണ്ണിച്ചതുപോലെയുള്ള ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപത്തെ കണ്ടപ്പോ ആ ഉണ്ണിയുടെ അമ്മയായിരുന്നു വെച്ചാൽ മടിയിലിരുത്തി ലാളിക്കായിരുന്നു എന്ന് ആർക്ക് തോന്നി? മഹാബലിയുടെ മകളായിട്ടുള്ള രത്നമാലയ്ക്ക് തോന്നി. ഒരു നിമിഷം തോന്നി, ഇത്രയേ ഉള്ളൂ കേട്ടോ. അവള് പിന്നെ ഇങ്ങോട്ട് വിട്ടു. ഈ സ്നേഹം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മാറി. എന്താ? മഹാബലിയെ ഭഗവാൻ ശിക്ഷിച്ചു, ചതിച്ചു എന്നൊരു തോന്നല്, തന്റെ അച്ഛനെ വിഷ്ണു ചതിച്ചു എന്നൊരു തോന്നൽ ആർക്കുണ്ടായി? പൂതനയ്ക്കുണ്ടായി. അപ്പൊ ഭഗവാനോട് ഏത് ഭാവമായി? ദേഷ്യഭാവമായി. അപ്പൊ ആദ്യം ഭഗവാന്റെ വരവ് കണ്ട സമയത്ത് ആ ഭഗവാനെ മടിയിലിരുത്തി ലാളിക്കണം എന്ന ഒരു മോഹം, ആ ഒരു പ്രേമവും ഒപ്പം ഇവിടെ ദേഷ്യവും ഉണ്ടായി. ഇത് രണ്ടും ആണോടെ കാണുന്നത്. ആ ദേഷ്യഭാവം ഉണ്ടായത് കൊണ്ടാണ് ഇവൾക്ക് ആസുരികമായിട്ടുള്ള ഒരു ശരീരത്തെ സ്വീകരിക്കേണ്ടി വന്നുവെങ്കിലും ആദ്യം അവൾ എന്ത് ചെയ്തു? ഭഗവാനെ കിട്ടണമെന്ന് മോഹിച്ചില്ലേ? അന്നത്തെ അവളുടെ മോഹമാണ് ഇന്ന് ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തത്. നമ്മളും അങ്ങനെയാണ്. മുജ്ജന്മങ്ങളിൽ എന്തൊക്കെയോ കണ്ട് മോഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ശരീരത്തെ സ്വീകരിക്കേണ്ടി വന്നത്. എന്നാലും അന്നും നമ്മൾ ഭഗവാനെ മോഹിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് ഭഗവാനെ മോഹിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഭാഗവത രൂപേണ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുകൂടി മോഹത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നുകൂടി ഒന്ന് ചിന്തിക്കാം. ഇനി എന്താ വേണ്ടത്? ഇനിയെങ്കിലും ലോകത്തിൽ മറ്റൊന്നും മോഹിക്കാതെ ഈ ഭഗവാനെ മോഹിക്കൂ. കേവലം ഒരു നിമിഷം പോലും, ഒരു നിമിഷമാത്ര നേരത്തേക്ക് ഭഗവാനെ മോഹിച്ച ആ പൂതനയ്ക്ക് പോലും എല്ലാ അശുദ്ധിയെയും മാറ്റി എല്ലാ ശുദ്ധതയും നേടാൻ സാധിച്ചുവെങ്കിൽ അറിഞ്ഞുകൊണ്ട് പലതും മോഹിക്കുന്ന നമ്മളോട് ഭാഗവതം പറയാണ്, ആ പൂതനയുടെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോവാതിരിക്കുക. രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോയപ്പോഴേ അവൾക്ക് രാക്ഷസീയമായിട്ടുള്ള ഭാവത്തെ സ്വീകരിക്കേണ്ടി വന്നത്. ആ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോവാതെ ആ പൂതനയുടെ ആദ്യ ഭാവം ഉണ്ടല്ലോ, ആ ഭഗവാനെ മോഹിക്കല്. ഇത്തരത്തിൽ ഭഗവാനെ മോഹിച്ചോളൂ, എന്നാൽ ഭഗവാനെ നമുക്ക് നേടാൻ സാധിക്കും എന്നാണ്. യാതുധാൻ നിബസാ സ്വർഗമവാപ ജനനീഗതിം. തന്നെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് ഭഗവാൻ ഏതൊരു ഗതിയെയാണ് കൊടുത്തത്? മാധുര്യമേറിയ അമ്മിഞ്ഞപ്പാല് തന്നെ വളർത്തിയ അമ്മയ്ക്ക് ഏതൊരു ഉയർന്ന സ്ഥാനമാണോ നൽകിയത്? അതേ സ്ഥാനമാണ് ഭഗവാൻ തന്നെ കൊല്ലാനായിട്ട് വന്ന പൂതനയ്ക്ക് പോലും കൊടുത്തത്. എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ മറ്റെല്ലാ മോഹങ്ങളെയും വേണ്ട എന്ന് വെച്ച് ഭഗവാനെ പൂർണ്ണമായി മോഹിക്കാൻ സാധിച്ചാൽ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം, ആ ഒരു സൽഫലം എങ്ങനെയാവുമെന്ന് മനസാദി സുരേശ്വരൈഹി. ഭഗവാന്റെ ലീലകൾ മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ശക്തി എത്രയാണ് എന്ന് ദേവന്മാർക്ക് പോലും ചിന്തിച്ചെത്താൻ പറ്റില്ല. കൊല്ലാൻ വന്നവൾക്ക് പോലും ഈ ഒരു സദ്ഗതി കൊടുത്ത ഭഗവാന്റെ അനുഗ്രഹഭാവം, ആ ഒരു അനുഗ്രഹഭാവത്തെ അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ഭക്തിയാണ് വേണ്ടത്. ഏതൊരാളാണോ പൂതനാമോക്ഷം കൃഷ്ണസ്യാർഭകമത്ഭുതം ശൃണുയാൽ ശ്രദ്ധയാമർത്യോ ഗോവിന്ദേ ലഭതേ രതിം. ഈ പൂതനാമോക്ഷം എന്ന കഥ കേട്ടാൽ നമുക്ക് അത്തരത്തിൽ ഭഗവാനെ മോഹിക്കാനുള്ള പരമഭക്തി ഉണ്ടാകും. ആ പരമഭക്തിയിലൂടെ ഈ ശുദ്ധതയെയും അനുഭവിക്കാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് മറ്റ് ഓരോരോ ലീലകൾ കൂടി പറഞ്ഞു തരണേ എന്ന് പരീക്ഷത്ത് രാജാവ് ആവശ്യപ്പെടുന്നു. ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു അധ്യായത്തില് ഭഗവാന്റെ 3 ലീലകളെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. അതിലൊന്നാണ്
ചാടായി വന്നു ശകടാസുരൻ തൻ ചാടാനൊരു വെട്ടുമുകുന്ദഗാത്രേ വാടാതെ പാതേന ഹനിച്ചു ബാലൻ ചാടായിരം ഖണ്ഡമതായി വീണു. ശകടാസുരന് മോക്ഷം കൊടുത്ത കഥ. പിന്നീട് ഒരു വാഹനം എന്ന ഭാവത്തിലാണ് അവൻ വന്നത്. പിന്നീട് തൃണാവർത്തന വലിയൊരു കൊടുങ്കാറ്റായി വന്ന് ഈ ഉണ്ണി എടുത്തു കൊണ്ടുപോയി എന്നാണ്. തന്നെ എടുത്തു കൊണ്ടുപോയവനും ഭഗവാൻ എന്ത് കൊടുത്തു? മോക്ഷം. ശകടാസുരൻ ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടു, തൃണാവർത്തൻ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അതാണ് ഉണ്ടായത്. ആ ഉണ്ണി ജനിച്ച 28-ാം ദിവസം എന്ന് പറയണു. അവിടെ വാഹനം എന്ന് വെച്ചാൽ ഈ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്നൊരു സാധനം, അല്ലെങ്കിൽ ഇന്നിപ്പോ അർബാന എന്ന് നമ്മൾ പറയില്ലേ, ഓരോ സാധനം കൊണ്ടുപോകാൻ സൗകര്യത്തിന്, അത്തരത്തിലൊരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് വെക്കാം. അപ്പോ ഉണ്ണി കിടക്കുന്ന സമയത്ത് ആ ഉണ്ണിയുടെ അടുത്ത് മറ്റ് വലിയ ആൾക്കാർ ആരും ഇല്ലാതിരുന്ന സമയത്താണ് ഈ ശകടാസുരൻ, അവന് ശരീരമില്ലാത്തവനാണ് കാരണം അവന്റെ കർമ്മം കൊണ്ട് തന്നെയാണ് അവന് ശരീരമില്ലാത്തവനായി തീരട്ടെ എന്നൊരു ശാപം കിട്ടേണ്ടത്. എന്തായാലും അയാൾ ഈ വാഹനത്തിലേക്ക് ആവേശിച്ചു. ഈ ഉണ്ണി കിടക്കുമ്പോൾ താഴ്ന്നു വന്ന് ഉണ്ണിയെ ഞെരിച്ചു കൊല്ലാനാണ് ഈ വാഹനത്തിൽ വന്നവൻ വിചാരിച്ചത്. അങ്ങനെ ഭഗവാനിലേക്ക് ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടപ്പോ എന്താ, നീ എന്തായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കില്ലേ, എന്നാ എന്റെ ഉള്ളിലേക്ക് കയറിക്കോ. ഭഗവാൻ എന്റെ ഉള്ളിലേക്ക് വരാൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താ? ശരീരമാണ്, ശരീരബോധമാണ് ഭഗവാനെ നേടാൻ തടസ്സമായി നിൽക്കുന്നത്. ഇനി ഗോപികമാരിലൂടെയും ഭാഗവതം കാണിച്ചു തരും. അപ്പൊ അങ്ങനെ ആ ദേഹാഭിമാനത്തെ ഭഗവാൻ അനവധി കഷ്ണങ്ങളാക്കിയെന്ന ആ ഉണ്ണിയുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന താഴ്ന്നു വരുന്ന വാഹനം. അപ്പോഴാണ് ഭഗവാൻ കാലങ്ങട് കുടഞ്ഞു കരഞ്ഞു. കാല് കൊണ്ടിട്ടാണ് ചാടായിരം ഖണ്ഡമതായി വീണു. അങ്ങനെയാണ് അവന് മോക്ഷം കൊടുത്തത്. തൃണാവർത്തൻ വലിയൊരു കാറ്റായിട്ട്, ഇവരൊക്കെ കംസം പറഞ്ഞയക്കുന്ന ആൾക്കാരാണ്. ഈ കൊടുങ്കാറ്റ് വന്നു. ഈ കൊടുങ്കാറ്റ് വന്ന സമയത്ത് പൊടിപടലങ്ങൾ ഉയർന്നു, ആർക്കും കണ്ണുപോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോഴാണ് അവിടെ ആ സമയത്ത് ഈ ഉണ്ണിയെ ഇവൻ എടുത്തു കൊണ്ടുപോയി. തൃണാവർത്തൻ അവന്റെ കഴുത്തിലാണ് മുറുക്കി പിടിച്ചു, അവന്റെ ശ്വാസം കൊണ്ട് മുട്ടിച്ചു. അവന്റെ കഥയും ഭഗവാൻ കഴിച്ചു. അങ്ങനെ തൃണാവർത്തനും ശകടാസുരനും ഭഗവാൻ മോക്ഷം കൊടുത്ത രംഗത്തെ പറഞ്ഞിട്ടാണ് അമ്മയിൽ നിന്നും പാല് സ്വീകരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് തന്റെ വായിലെ ലോകങ്ങളെ മുഴുവൻ ഭഗവാൻ കാണിച്ചു കൊടുത്ത രംഗത്തെ കൂടി ഭാഗവതം കൂടെ പറഞ്ഞു തന്നു. അതിനുശേഷമാണ് പിന്നീട് ഗർഗാചാര്യൻ വന്ന് നാമകരണം ചെയ്ത രംഗത്തെ അനുസ്മരിക്കുന്നത്. ഗർഗാചാര്യൻ കൃഷ്ണികളുടെ കുലാചാര്യനാണ് ഗർഗാചാര്യൻ. കൃഷ്ണീനാം കൃഷ്ണദേവാനാം ആചാര്യായ മഹാത്മനെ ശ്രീമൽ ഗർഗകവീശായ തസ്മൈ നിത്യം നമോ നമഃ. ആ ഗർഗാചാര്യൻ വസുദേവര ഗർഗാചാര്യനെ എങ്ങോട്ട് വിട്ടു? ഗോകുലത്തിലേക്ക് വിട്ടു. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ വസുദേവരുടെ 2 ഉണ്ണികളാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഗർഗാചാര്യനാണ് നാമകരണാദികളായിട്ടുള്ള സംസ്കാരമൊക്കെ ചെയ്യിപ്പിക്കേണ്ട ആള് ഗർഗാചാര്യനാണ്. അപ്പൊ ഗർഗാചാര്യനോട് പറഞ്ഞു, എന്റെ 2 ഉണ്ണികൾ അവിടെയുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൽ ഒരു ഉണ്ണി എൻ്റെ ഉണ്ണിയാണ് എന്നെല്ലാവർക്കും അറിയാം, അടുത്ത ഉണ്ണി എൻ്റെ ഉണ്ണിയാണെന്ന് ആർക്കും അറിയില്ല. അത് ആരും അറിയേ വേണ്ട കേട്ടോ. എന്തായാലും ആ ഉണ്ണികളൊക്കെ അങ്ങ് പേരിടണം എന്നാണ്. നേരെ ഇവിടെ എത്തി ഈ നന്ദഗോപരെ കണ്ടു. നന്ദഗോപരോട് പറഞ്ഞു, വസുദേവരുടെ ഉണ്ണിക്ക് പേരിടാനായിട്ടാണ് ഞാൻ വന്നത്. വസുദേവർക്ക് രോഹിണിയിലുണ്ടായൊരു മകനുണ്ടല്ലോ ഇവിടെ, അവനെ പേരിടാനാ വന്നതെന്നാ. അപ്പൊ പറഞ്ഞു, എൻ്റെ ഉണ്ണിയുടെ പേരിടലും കഴിഞ്ഞിട്ടില്ല, എൻ്റെ ഉണ്ണിക്കും അങ്ങ് പേരിടുവോ ചോദിച്ചു. അതിനെന്താ ആവാലോ എന്നാണ്. രോഹിണി പുത്രന്റെ ബലൻ, സംഘർഷണൻ, ഭദ്രൻ, ബലരാമൻ, അങ്ങനെ ഓരോരോ പേരുകൾ ഇട്ടു. പിന്നീട് നന്ദഗോപരുടെ ഉണ്ണിയായി അറിയപ്പെടുന്ന ഉണ്ണി, അതും വസുദേവരുടെ ഉണ്ണി തന്നെയാണല്ലോ. ആ ഉണ്ണിക്ക് അനവധി നാമങ്ങളുള്ളതിൽ ഏത് നാമമാണ് ഇടേണ്ടത് എന്ന് ചിന്തിച്ചുവെങ്കിലും കൃഷ്ണൻ എന്ന നാമത്തെ ആദ്യം ഓർമ്മ വരികയാണ്. കൃഷ്ണൻ എന്ന് പേരിട്ടു. പിന്നീട് പറഞ്ഞു, ഈ ഉണ്ണിയെ വാസുദേവൻ എന്ന് വിളിക്കാന്നാണ്. എന്താ അത് വാസുദേവൻ? വസുദേവരുടെ മകനായതുകൊണ്ട് വാസുദേവൻ. ഇതാണ്, ഈ സത്യമാണ് ഗർഗാചാര്യൻ പറഞ്ഞത്. അപ്പൊ നന്ദഗോപർ എന്ത് വിചാരിച്ചു? ഈ ഗർഗാചാര്യൻ അതീന്ദ്രിയ ജ്ഞാനമായിട്ടുള്ള ജ്യോതിഷം അത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്, അതിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അപ്പോ തൻ്റെ സുഹൃത്തായിട്ടുള്ള വസുദേവർക്ക് ഉണ്ണികളുണ്ടായി. ആ ഉണ്ണികളെയൊക്കെ കംസൻ കൊന്നു, അങ്ങനെ ഉണ്ടായില്ലോ. അപ്പൊ ഒരുപക്ഷെ വസുദേവരുടെ ഉണ്ണിയായി ജനിച്ച അയാൾ തന്നെയാവാം എൻ്റെ ഉണ്ണിയായിട്ടും ഇവിടെ വന്നതേ. അതുകൊണ്ട് കുഴപ്പമില്ല, വാസുദേവന്റെ പേരിട്ടോളൂ എന്നാണ്. ഇപ്പൊ ഗർഗാചാര്യൻ പറഞ്ഞത് വസുദേവരുടെ ഉണ്ണിയാണ്, അതുകൊണ്ട് വാസുദേവൻ എന്ന ഭാവമാണെങ്കിലും നന്ദഗോപൻ എങ്ങനെ വിചാരിച്ചു.
അങ്ങനെ വാസുദേവൻ എന്ന് പേരിട്ടു. പിന്നീട് അനവധി നാമങ്ങളുണ്ട്. ക്രമത്തിൽ നിങ്ങൾക്ക് ആ നാമങ്ങളെ അറിയാനായിട്ട് സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഗർഗാചാര്യൻ ഇവിടുന്ന് യാത്രയായത്. ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ശ്രീകൃഷ്ണനും ബലരാമനും ഗർഗാചാര്യൻ നാമകരണം ചെയ്ത സ്ഥലം ഇന്നും നമുക്ക് വൃന്ദാവനത്തിലെത്തിയാൽ അവിടെ പോവാനായിട്ടും അവിടെ കാണാനായിട്ടൊക്കെ സാധിക്കും. പിന്നീട് രാമകൃഷ്ണന്മാര് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഓരോരോ ലീലകൾ, ആ ലീലകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഗോപികമാർക്കും ഗോപന്മാർക്കും മറ്റു ഗോക്കൾക്കും ആ രാമകൃഷ്ണന്മാരോട് വർദ്ധിച്ചു വരുന്ന പ്രേമഭാവം, ഇതൊക്കെയാണ് ബാലലീലകളായിട്ട് പിന്നീട് ഭാഗവതം നമുക്ക് വർണ്ണിച്ചു തന്നത്. എത്രയെത്ര ലീലകളാണ് ആടിയത് ചോദിച്ചാൽ താവംഘ്രയുഗ്മമനുദൃശ്യ സരീസൃപന്തൗ ഘോഷപ്രഘോഷരുചിരം പ്രജകർദ്ദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യ ലോകം മുഗ്ധപ്രഭീതവൽ ഉപേയതുരന്തിമാത്രോഹോ. ഇങ്ങനെ കാലേന പ്രജനാൽപേന ഗോകുലേ രാമകേശവൂ യാനുഭ്യാം സഹ പാണിഭ്യാം. ആദ്യം ചിരിക്കുക, പിന്നെ കമഴുക, നീന്തുക, മുട്ടുകുത്തി നിൽക്കുക. ഇങ്ങനെ സാധാരണ കുട്ടികളുടെ വളർച്ച പോലെയാണ്. മുട്ടുകുത്താറായപ്പോൾ വളരെ 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 വേഗത്തിൽ മുട്ടുകുത്ത് മുമ്പിലേക്ക് പോവുക. അപ്പോഴേക്കും ഈ ഗോപികമാരൊക്കെ ഇത് കാണാൻ വേണ്ടി ഓടി വരുത്രേ. ഈ ഗോപികമാരെ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അവരെ പോയി എടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അവർക്ക് കളിക്കാൻ വേണ്ടതേ അവരെ നിലത്ത് വെക്കണം. ഇവിടെ രാമകൃഷ്ണന്മാരെ സംബന്ധിച്ച് നിലത്ത് നിൽക്കാൻ നേരില്ല. ഓരോരുത്തരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് നിൽക്കാൻ പോലും നേരില്ലാത്ത ആൾക്കാർ. അങ്ങനെ നിലത്ത് നിൽക്കാൻ സാധിച്ചാലോ വളരെ വേഗത്തിൽ മുട്ടുകുത്തി പോവുക. പിന്നീട് പിടിച്ചു നിൽക്കാന്നായി, പിടിക്കാതെ നിൽക്കാന്നായി, ഓടാമെന്നായി, ചാടാമെന്നായി, ഇങ്ങനെ ഓരോ ലീലകളാണ്. ഇന്നതാണ് ചെയ്യാന്നില്ല. ഒരിക്കൽ കർദ്ദമേഷു, കർദ്ദം വെച്ചാൽ ചളി എന്നാണ്. യശോദ അമ്മ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്തു, പുറത്തുനിന്നാണ് ആള് കയറി വരുന്നത്. ഈ പുറത്തുനിന്ന് കയറി വന്നപ്പോൾ അത്യാവശ്യം കാലില് ചളിയും പൊടിയൊക്കെ ഉണ്ട്. അപ്പൊ കാല് വെച്ചപ്പോഴെന്താണെന്ന് വെച്ചാൽ കാലിന്റെ പാട് ഇങ്ങനെ കാണാനുണ്ട്. തരക്കേടില്ല തോന്നിയ, പക്ഷെ അത് കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്ക് ചളി പോവുമല്ലോ. ഡിസൈൻ മുഴുവനായിട്ടില്ല. വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയും എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും കാലിൽ ചളി വെച്ച് തേക്കും, അകത്തേക്ക് വരും. ഇപ്പൊ മുറി മുഴുവനായി എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില ഗ്യാപ്പുണ്ട്. അങ്ങനെ ആയാൽ പറ്റുമോ? മണ്ണിലങ്ങനെ കിടന്നങ്ങോട്ട് ഉരുണ്ടു. മണ്ണിലങ്ങനെ കിടന്ന് ഉരുണ്ട് ഈ വീടിനകത്തേക്ക് ഒരു വരവുണ്ട്. എന്നിട്ട് ഈ ചളി മുഴുവൻ അവിടെ ഇങ്ങോട്ട് വെച്ച് തേച്ചു. യശോദാമ്മ ഈ വീടൊക്കെ തുടച്ച് ഇങ്ങനെ നിൽക്കുന്നു. നോക്കുമ്പോഴാണ് കാണുന്നത് ആ വട്ടം മുഴുവനായിട്ട് ചളി വച്ച് തേച്ചേക്കുന്നു. ഇത് കണ്ട് കണ്ടതോടുകൂടി യശോദാമ്മയ്ക്ക് ഉണ്ടായ ഒരു ഭാവം ഓടി ഇങ്ങോട്ട് വന്നു. ഉണ്ണിയെ വാരി ഇങ്ങോട്ട് എടുത്തു. ഇന്ന് നമ്മുടെ അമ്മമാരെ പോലെയൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ അമ്മമാരെന്താ ചെയ്യുക, ഇങ്ങനെ അകത്തേക്ക് എങ്ങാനും കാല് കഴുകാണ്ട് കയറിയാൽ നിന്റെ കാല് ഞാൻ വിട്ടും പറഞ്ഞേക്കാം. അങ്ങനെയല്ല കേട്ടോ, യശോദാമ്മ അങ്ങനെയല്ല. ആ ഉണ്ണിയെ വാരി ഇങ്ങോട്ട് എടുത്തു. അപ്പോഴേക്കും ഈ ഉണ്ണി വേർതിരിക്കണു. അളകങ്ങള് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് വേർപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കണു. വേഗം അതെല്ലാം അമ്മ ആടി ഒതുക്കി ആ ഉണ്ണിക്ക് വൃദ്ധാവിലെ തലോടി നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, എന്താ എന്റെ ഉണ്ണി നീ ഇങ്ങനെ കുറുമ്പ് കാണിക്കണത്? അതേ, നമ്മളൊക്കെ മനുഷ്യരാണേ, ചളിയിൽ കിടന്ന് കളിക്കാൻ നീ എന്താ വല്ല പന്നി ഒറ്റയാണോന്ന്. പണ്ട് വരാഹായി വന്നത് ഞാൻ തന്നെയാട്ടോന്നാ യശോദയ്ക്ക് പഠിപ്പിച്ചു കൊടുക്ക. പണ്ട് ഈ ചളിയിൽ കളിക്കുന്ന വരാഹമായി വന്നതും ഈ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ കാണിച്ചു. വൃജകർദ്ദമേഷു, ചിലപ്പോ അങ്ങനെയല്ല, പ്രഭീതവൽ. ഭഗവാന്റെ ഓരോരോ ലീലകൾ നോക്കൂ. ഉണ്ണി ഊണ് കഴിക്കാൻ ചിലപ്പത്തിൽ മടി കാണിക്കില്ല. അപ്പൊ രോഹിണി പറയും, അതെ എന്നും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കൊടുത്തിട്ടുള്ള പ്രശ്നമാണ്. ഈ കാര്യം ചെയ്യാൻ ഉണ്ണി എടുത്തൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുക. കാക്കയെ പൂച്ചയൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ കാണിച്ച് ചോറ് കൊടുക്കുക. എന്നാ പിന്നെ ഊണ് കഴിക്കുന്നതാണ്. അല്ല, ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. മൊബൈൽ കൊടുത്താൽ എന്തും ചെയ്തു കൊടുക്കും, വേറെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നന്ദഗോപരുടെ ഗൃഹത്തിന്റെ മുമ്പിലുള്ള മതിലില് ഈ കളിമണ്ണ് കൊണ്ട് സിംഹത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വായ തുറന്നിരിക്കുന്ന സിംഹത്തിനെ കണ്ടപ്പോഴേക്കും തുടങ്ങിയില്ലേ ഗംഭീര കരച്ചില്. ആര്? പണ്ട് നരസിംഹമായിട്ട് വന്നിട്ട് പ്രപഞ്ചത്തിനെ പേടിപ്പിച്ച ആളാണ്. സിംഹത്തിനെ കാണുമ്പോഴേക്കും പേടിച്ച് അമ്മേന്ന് പറഞ്ഞ അമ്മയുടെ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ ഓരോരോ ലീലകളാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭഗവാന്റെ ലീലകൾ എത്ര പറഞ്ഞാലും കഴിയൂല.
കുറച്ചും കൂടി വലുതായപ്പോഴാണ് ഓരോരോ ഗോപികമാരുടെ വീടുകളിൽ പോയിട്ട് വത്സാൻ മുഞ്ചൻ കൊതിൽ അസമയത്ത് പശുക്കുട്ടികളെ അഴിച്ചുവിടും. അസമയം അങ്ങനെ സമയമുണ്ടോ ചോദിച്ചാൽ ഭഗവാനില്ല, നമുക്ക് അസമയമുണ്ട്. കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന് അസമയം അങ്ങനെയില്ല. ഇങ്ങനെ ഓരോരോ കുറുമ്പുകള് ഈ ഗോപികമാരെ യശോദയുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്യും. ഇവിടെ വന്നെക്കൊണ്ട് ഗോപികമാരുടെ കണ്ണൊക്കെ ചുവന്ന് തൊടുത്തിരിക്കണ്ട. അപ്പൊ യശോദ പറഞ്ഞു, കണ്ണുകേട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. എനിക്ക് കണ്ണിക്കേടൊന്നുമില്ല. പിന്നെ നിന്റെ കണ്ണെന്താ അങ്ങനെ ഇരിക്കണത്? അത് രാത്രി ഉറക്കം കിട്ടാത്തോണ്ടാ. രാത്രി ഉറക്കം കിട്ടില്ല വെച്ചാൽ പിന്നെ എന്തിനാ അങ്ങോട്ട് വന്നേ? പകല കിടന്നുറങ്ങിക്കൂടെ? നിന്നോട് ഇത് പറയാനാ വന്നേ. എന്താ? എന്റെ ഉറക്കം പോവാൻ കാരണം പറയാനാ വന്നത്. നിന്റെ ഉറക്കം പോവാനുള്ള കാരണം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഡോക്ടറൊന്നുമല്ല. പിന്നെ എന്തിനാ എന്നോട് പറയേണ്ടത്? നിന്റെ മകനാണ് എന്റെ ഉറക്കം പോവാൻ കാരണം. ഏത്? ഈ ചെറിയ ഉണ്ണി. അത്രയൊന്നും 1-2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഉണ്ണിയോ നിന്റെ ഉറക്കം കളയണത്? അവൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത്. അതെന്താ ഉറങ്ങാൻ പറ്റാത്തത് എന്ന് ചോദിച്ചാൽ, കാലത്ത് പശുവിനെ കറക്കാൻ പോയപ്പോ ഒരു തുള്ളി പാല് കിട്ടാനില്ല. അതിന് കറവ് പറ്റാറൊന്നും ആയിട്ടില്ല. അല്ല, നിന്റെ പശുവിന് പാല് കിട്ടാത്തതും നിന്റെ ഉറക്കം പോണതും എന്റെ മകനും തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലാവില്ല. നിനക്ക് എന്തോ കാര്യമായിട്ട് തകരാറുണ്ട് കേട്ടോ. അതല്ല, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം വെച്ചാലേ, കാലത്ത് പാല് കിട്ടാതിരിക്കാൻ കാരണം എന്താണെന്നറിയാൻ വേണ്ടി ഈ ഗോപിക ഇപ്പൊ ഉറങ്ങാറില്ല. രാത്രി ഇങ്ങനെ നോക്കിക്കും. എന്നുവെച്ചാൽ രാത്രി ആയാൽ ഇവിടെ ഉറക്കം കുറവാണ്. യശോദാമ്മ ഉണ്ണിയെ ഉറക്കാൻ നോക്കും. എഴുതാത്ത പാട്ടിന്റെ വരികൾ തേടി ഓർമ്മതൻ പൊന്മണി ചെപ്പൊഴിഞ്ഞു പാട്ടേറെ പാടിത്തളർന്നു യശോദ, എന്നിട്ടു മുന്നി ഉറങ്ങിയില്ല. ആമിഴിപ്പൂകൾ പൂമ്പിയില്ല. ഉറക്കാൻ നോക്കും, ജന്മണ്ണം ഉറങ്ങില്ല. അമ്മ കഥ പറഞ്ഞു എന്നാ ഞാൻ ഉറങ്ങാം. ഞാൻ കഥ പറഞ്ഞു തരാം, പക്ഷെ നീ കഥ കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പാവണം. മൂളി കേൾക്കണം എന്നാണ്. മൂളി കേൾക്കാം. മൂളല് നിർത്തിയാൽ രാമോ നാമ ബഭൂവഹും. പണ്ട് രാമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാമന് 3 അനിയന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ കഥ പറഞ്ഞ് രാമായണം കഴിയാറായിട്ടോ. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. സീതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമുദ്രത്തിന് കുറുകെ ഒരു പാലം കെട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ നിരീക്ഷിച്ചിട്ടാണ് രാമേന്ദ്രസ്വാമി അവിടെ വന്നു. സമുദ്രദേവനോട് പാലം കെട്ടാനുള്ള അനുവാദം ചോദിച്ചു. അതിനുവേണ്ടി വെള്ളത്തിനോട് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ രാമായണം തുടങ്ങി. അതുവരെ എത്ര നേരം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെയായിട്ടും സമുദ്രദേവൻ വഴി കൊടുത്തില്ല. എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും ചാടി എഴുന്നേറ്റ്, കൊണ്ടുപോവാ ലക്ഷ്മണ വില്ലും ശരങ്ങളും. പഴയ രാമനായി മാറി കഴിഞ്ഞെന്നർത്ഥം. എന്നാലും ചില ദിവസങ്ങളിൽ അങ്ങനെയല്ല, ഉറങ്ങും. കുറെ കഴിഞ്ഞാൽ ആരുറങ്ങും? യശോദ ഉറങ്ങും, ഉണ്ണി ഉറങ്ങിണ്ടാവില്ല. അങ്ങനെ അമ്മ ഉറങ്ങിയാൽ മുട്ടുകുട്ടി മണി മണ്ഡപസ്വനമുയർന്നിടാതെ അതിസാഹസപ്പെട്ടിഴഞ്ഞ കഥ കൊച്ചയറ്റ വിധം അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടാണ് മറ്റു ഗോപികമാരുടെ തൊഴുത്തിലേക്ക് അങ്ങോട്ട് പോകും. തൊഴുത്തിലേക്ക് അങ്ങോട്ട് പോയാൽ എന്ത് ചെയ്യും? ആദ്യം പശുക്കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടും. പശുക്കുട്ടികൾ ചാടി എഴുന്നേറ്റ് തള്ള പശുവിൻ്റെ അടുത്ത് പോയാൽ പശു ചുരത്താൻ തുടങ്ങും. അപ്പോഴാണ് ആ പശുക്കുട്ടിയെ പോലെ നിന്നുകൊണ്ട് തൻ്റെ തല കൊണ്ട് പശുക്കുട്ടിയുടെ തല തള്ളി മാറ്റിയിട്ട്, എനിക്ക് ഇടനിലക്കാരൻ വേണ്ട, നേരിട്ടാണ് എനിക്ക് വേണ്ടത്. ആ പശുവിൽ നിന്നും പാല് കുടിക്കുന്ന കൃഷ്ണൻ. ഇങ്ങനെയാണ് കാലത്ത് ഗോപികമാര് വരുമ്പോ ഈ പാല് കിട്ടാതിരിക്കാൻ കാരണതാണ്. ഒരുവിധപ്പെട്ട എല്ലാ ഗോപികമാരുടെ വീട്ടിലും ഇതാണ് പാല് കിട്ടാതിരിക്കാൻ കാരണം. അന്നൊരു ദിവസം ഈ ഗോപിക വന്നു. ഗോപിക വന്ന് നോക്കുകയാണ്. രാത്രി ഉറക്കൊഴിച്ചിട്ടിരിക്കുകയാണല്ലോ. എന്താണ് ഈ പാല്, എവിടേക്കാണ് പോണതെന്ന് അറിയാൻ വേണ്ടി ഗോപിക വരണുണ്ട് മനസ്സിലായപ്പോ കൃഷ്ണൻ ലേശം മാറിയുന്നു. എന്നാലും ഗോപിക കൃഷ്ണനെ കൈയോടെ പിടിച്ചു. കൃഷ്ണ, നീ ഇത് ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യണേൽ എന്താ തെറ്റ്? ഞാൻ ചെയ്യണത് മാത്രമാണ് ശരി. എടാ, നീ ഇവിടെ വന്ന് ഈ പശുവിന്റെ പാല് കുടിക്കണത് ഞാനല്ലല്ലോ, പശുക്കുട്ടിയല്ലേ കുടിക്കണേ. ഗോപിക, ഞാൻ പാല് കുടിക്കണത് ഗോപിക കണ്ടു. ഗോപിക പറഞ്ഞു വന്നപ്പോഴേക്കും ആള് മാറി നിന്നിട്ടുണ്ട്.
അതെ, നീ ചെയ്യണത് ശരിയല്ല, ഗോപിക ചെയ്യണതാ ശരിയല്ലാത്തത്. ഞാൻ ചെയ്യണതിൽ എന്താ തെറ്റ? ഗോപികയെ ഞാൻ എന്തിനാ അവിടെ വന്ന് ഈ പശുക്കുട്ടി അഴിച്ചു വിട്ടിയെന്നറിയോ? അപ്പൊ ഗോപിക പറഞ്ഞത് നീ പശുക്കുട്ടിയെ അഴിച്ചു വിട്ടിട്ടല്ലേ ഈ പശുക്കുട്ടി പാല് കുടിക്കണതാ, അത് തെറ്റല്ലേ? ഗോപികയ്ക്ക് അറിയൂ എന്താ, എന്തിനാ ഞാൻ ഇവിടെ വന്നിട്ട് പശുക്കുട്ടി അഴിച്ചു വിടണമെന്നറിയോ? എന്തിനാ? ഗോപികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഗോപികയെ നരകങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1-2 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഉണ്ണിയാ ചോദിക്കണം, നരകത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ അത്? താമിശ്രം, അന്ധതാമിശ്രം, കുറെ നരകങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് മോഷ്ടിച്ചാൽ താമിശ്രം നരകത്തിലേക്ക് പോകേണ്ടി വരും. മോഷ്ടിച്ചാലല്ലേ, അത് ഞാൻ എന്ത് ചെയ്യണു? അതല്ലേ ഗോപിക ഞാൻ പറയുന്നത്. നീ താമിശ്രം നരകത്തിലേക്ക് പോവാണ്ടിരിക്കാനുള്ള വഴിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഗോപികയുടെ അമ്മിഞ്ഞ പാൽ ആർക്കാ കൊടുക്കാറ്? ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ പശു അതിന്റെ പാൽ ആർക്കാ കൊടുക്കേണ്ടത്? അതിന്റെ കുട്ടിക്കല്ലേ. ആ പശുവിന്റെ കുട്ടിക്ക് അവകാശപ്പെട്ട പാല് ഗോപിക കൊണ്ടുപോയാൽ അതിനല്ലേ മോഷണം എന്ന് പറയാ. അങ്ങനെ മോഷ്ടിച്ചാൽ ഈ നരകത്തിൽ വീഴും. അങ്ങനെ ഗോപിക നരകത്തിൽ വിടാണ്ടിരിക്കാനാണ് ഞാൻ ഈ പശുക്കുട്ടി അയച്ചു വിടണേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വത്സാൻ മുഞ്ചൻ കൊതിൽ അസമയേ. അപ്പൊ ഒരു ഗോപിക പറഞ്ഞു. അപ്പൊ യശോദ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേടിപ്പിച്ചാൽ പോരെ. അപകടങ്ങൾ കുറുമ്പ് എന്തെങ്കിലും കാണിക്കണം. നിങ്ങൾ കുട്ടികൾ ഒന്ന് പേടിപ്പിച്ചാൽ പിന്നെ കുറുമ്പൊന്നും കാണിക്കില്ല. ഒന്ന് കണ്ണൂരിട്ട് പേടിപ്പിക്കാം, ചീത്ത പറഞ്ഞ് പേടിപ്പിക്കാം, എന്ത് വേണമെങ്കിൽ ആവാലോ. അപ്പൊ ഒരു ഗോപിക്ക് പറഞ്ഞു, കണ്ണൂരിട്ട് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു ദിവസം ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചതാണ്. എന്നിട്ട് എന്തായി ചോദിച്ചാൽ, കൃഷ്ണനെ പേടിപ്പിക്കാൻ വേണ്ടി കണ്ണങ്ങോട്ട് ഉരുട്ടി വീഴിച്ചു നോക്കി. ഉരുട്ടി വീഴിച്ചു നോക്കിയപ്പോൾ ഉടനെ കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ ഗോപികയെ തൊഴുതിട്ട് കാളി കാളി മഹാകാളി എന്നൊരു തൊഴല. ഇതങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഗോപികയ്ക്ക് ചിരി വന്നു. ആ തക്കത്തിന് ആളെ ഓട്ടം. ഇങ്ങനെ വേണ്ട ഓരോ ദിക്കിന് ഓരോ കുറുമ്പുകള്. അപ്പൊ ഗോപിക പറയാ, പാലും വെണ്ണയും കഴിക്കണം, കഴിച്ചോട്ടെ. നിനക്ക് പിശക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് പിശക്ക്? ഈ നന്ദഗോപരക്ക് അവിടെ നന്ദഗോപര് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഓരോ സ്ഥാനങ്ങളാണ്. ഒരു വ്യക്തികളുടെ പേരിൽ നന്ദൻ, ഉപനന്ദൻ, വൃഷഭാനുവരൻ, ഇങ്ങനെ ഓരോരോ ആളുകളുണ്ട്. അന്ന് ഈ സ്ഥാനങ്ങളെ കണക്കാക്കിയിരുന്നത് എത്ര പശുക്കളുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഏറ്റവും കൂടുതൽ പശുക്കളുള്ള ആൾക്കാർ, അതിനേക്കാളും കുറച്ച് പശുക്കളുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് പശുക്കൾ സ്വന്തമായിട്ടുള്ള ആളാണ് ആര്? നന്ദഗോപര്. ഇവിടുന്ന് പാലും വെണ്ണയും കിട്ടായൊന്നുമില്ല കേട്ടോ. യശോദാമ്മ ധാരാളം കൊടുക്കാറുണ്ട്. എന്നാലും ഇപ്പൊ ഗോപിക പറയാ, നീ ഇവിടുന്ന് പാലും വെണ്ണയും കൊടുക്കണില്ലേ? ശരി, സമ്മതിച്ചു. എന്നാ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അവന് ചോദിച്ച് മേടിച്ചാൽ പോലെയാ. ഈ മോഷ്ടിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ്. അപ്പൊ ചില ഗോപികന്മാർ മോഷ്ടിച്ചോട്ടെ കുഴപ്പമില്ല, എന്നാലും ഇവന്റെ ആവശ്യത്തിന് ഇവന് കൊണ്ടുപോകണേന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ എന്തിനാ അവന് കൂട്ടുകാർക്ക് കൊടുക്കണേ? ഏത് കൂട്ടുകാർക്ക്? മറക്കാൻ ഭോക്ഷ്യൻ കുറഞ്ഞമാർക്കാണേ. കുറഞ്ഞന്മാര്, തത്തകള്, കാക്കകള് എന്ന് വേണ്ട, കൃഷ്ണൻ വന്ന ഇവരൊക്കെ പിന്നാലെ ഉണ്ടാവും. ഇവരൊക്കെ മുറിക്കകത്ത് കയറിയുള്ള അവസ്ഥ ആലോചിച്ചു. അപ്പൊ ചില ഗോപികമാരെ പറയാ, ശരി അവർക്കും കൊടുത്തോട്ടെ, ഇഷ്ടം പോലെ പശുക്കളുണ്ട്, പാലും വെണ്ണയൊക്കെ എടുത്തു വെക്കാം. പക്ഷെ ഇപ്പൊ എന്തേ കുഴപ്പിച്ചാൽ അവര് കഴിച്ചു പോയോണ്ടും കുഴപ്പമില്ല. ഇപ്പൊ അതല്ല അവസ്ഥ. ഭാണ്ഡം ഭിനത്തി, ഇതൊന്നും എടുത്തു വെക്കാൻ പാകത്തൊരു പാത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലായി. എന്തിനാ അവിടെ ഒന്ന് മോഷ്ടിച്ച് പാത്രം തല്ലി ഉടയ്ക്കണത് എന്ന് വേണ്ട. എങ്ങനെ കൃഷ്ണനെ കുറിച്ചുള്ള പരാതി, സത്യം പറഞ്ഞാൽ പരാതി പറയാനല്ലാട്ടോ പറയണത്. അവർക്കിത് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത്രയും ഭഗവാൻ അത്ര നേരം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് പറയണ സമയത്ത് യശോദ തിരിഞ്ഞ, ഉണ്ണി നീ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണിന്ന് വെള്ളം വരണു, ചുണ്ടൊക്കെ പെളുത്തുന്നു. ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയും. അപ്പൊ യശോദ പറയും, കണ്ടില്ലേ എൻ്റെ ഉണ്ണി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അമ്മയുടെ പുറകിലേക്ക് മാറി നിന്ന് തല മാത്രം പുറത്തേക്കിട്ട് നിനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട് എന്നൊരു ഭാവമുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോണതേ. ഇങ്ങനെ ഓരോരോ ഗോപികമാര് യശോദയുടെ അടുത്ത് വന്ന് ഓരോരോ സങ്കടം പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും യശോദ ഉണ്ണിയെ പിടിച്ച് കെട്ടിയിടാൻ, അല്ലെങ്കിൽ ഉണ്ണിയെ ശിക്ഷിക്കണമെന്ന് നിരീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം കൃഷ്ണോ മൃതം ഭക്ഷിതവാൻ, കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പരാതിയുമായിട്ട് ഗോപന്മാര് വന്നു. ഉണ്ണി നീ മണ്ണ് തിന്നോ ചോദിച്ചു. ഇല്ല. സത്യം പറയണം. ഇല്ല. എന്താ സത്യം പറയില്ലാന്നോ? അല്ല, മണ്ണ് തിന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും പറയണു മണ്ണ് തിന്നു എന്ന്. യശോദയ്ക്ക് തീരുമാനം പറ്റിയില്ല. ബലരാമനോട് ചോദിച്ചു, ബലരാമ കൃഷ്ണൻ മണ്ണ് തിന്നു? സത്യത്തിൽ കൃഷ്ണൻ മണ്ണ് തിന്നിട്ടുണ്ട്. തിന്നു എന്ന് പറഞ്ഞാൽ
തല്ലുകൊള്ളും, തിന്നില്ല എന്ന് പറഞ്ഞാൽ നുണയാവും. ബലരാമൻ എന്ത് ചെയ്തു? യശോദാമ്മയെ കണ്ണൻ്റെ വായിൽ മുഴുവൻ മണ്ണ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഭഗവാനിലാണ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്, എത്രയാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണന്റെ വായിൽ മണ്ണുണ്ട് എന്ന് കേട്ടപ്പോഴേക്കും യശോദ വായ തുറക്കാൻ പറയണു. കൃഷ്ണൻ വായ തുറക്കണു. വായ തുറന്നപ്പോഴെന്താ, ആ ഭഗവാന്റെ ചെറിയ വായയിലെ ജ്യോതിഷക്രം ജലം തേജോ നഭസ്വാൻ വിയദേവച. വീണ്ടും യശോദയ്ക്ക് 14 ലോകങ്ങളെയും കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇന്ന് വൃന്ദാവനത്തിൽ പോയാൽ ബ്രഹ്മാണ്ഡഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അമ്മയ്ക്ക് തൻ്റെ വായില് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഭഗവാൻ പ്രദർശിപ്പിച്ച സ്ഥലം, അതാണ് ബ്രഹ്മാണ്ഡഘട്ട്. അവിടെ പോയാൽ നമുക്ക് അവിടെ പ്രസാദം കിട്ടും. അവിടുത്തെ പ്രസാദം മണ്ണാണ്. അവിടുത്തെ പ്രസാദം കാളന്തിയിലെ നിന്നും സ്വീകരിച്ചതായിട്ടുള്ള മണ്ണ് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ടാവും. ഈ മണ്ണാണ് അവിടുന്ന് പ്രസാദമായിട്ട്. നല്ല മധുരമുള്ള മണ്ണ് എന്നുകൂടി പറയേണ്ടി വരും. മണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അയ്യേ എന്ന് പറയും. പക്ഷെ അവിടെ ചെന്ന് കഴിച്ചു നോക്കണം, ഒരു തരി പോലും നാവിൻ്റെ മുകളിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലും നമ്മൾ അറിയില്ല. അങ്ങനെയുള്ള അവിടുത്തെ ആ മണ്ണാണ് പ്രസാദമായിട്ട്. നോക്കും, സാക്ഷാൽ ഭഗവാൻ പോലും വ്രജത്തിൽ വന്ന് മണ്ണ് ഭുജിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാൽ അതിന് കാരണം വേറൊന്നുമില്ല. അത് ആ വ്രജത്തിലെ മണ്ണിന്റെ പ്രത്യേകതയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ആഹരിക്കുന്ന ഭഗവാൻ, യാഗാദി വിശിഷ്ടങ്ങളായിട്ടുള്ള കർമ്മങ്ങളിൽ ഓരോന്നും നൽകുന്നതിനെ ഭുജിക്കുന്ന ഭഗവാൻ, എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ പുണ്യഭൂമിയായിട്ടുള്ള ഭാരതത്തില്, ഈ വൃന്ദാവനത്തില്, ഈ വ്രജത്തിൽ വന്ന് മണ്ണ് തിന്നണമെങ്കിൽ ആ വ്രജത്തില് ഓരോ മൺതരിക്കും അത്രയധികം പ്രാധാന്യമുണ്ട് എന്നാണ് ഭാഗവതം പറഞ്ഞു തരിക. വ്രജത്തിലെ മണ്ണ് ചവിട്ടുകയല്ല വേണ്ടത്, വ്രജത്തിലെ മണ്ണ് അകത്തേക്കാക്കുകയാണ് വേണ്ടത്. അത് ഭഗവാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള ഓരോരോ ലീലകളൊക്കെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക് ഇവിടെ നിർത്തി കുറച്ച് സമയത്തിന് ശേഷം മറ്റ് ലീലകളിലേക്ക് പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. ഇന്നെന്താ ആഴ്ചയാ? നല്ല പാകമായി. ഇന്നിപ്പോ ഞായറാഴ്ച നോക്കിയിട്ടൊക്കെ അല്ലേ കല്യാണം വയ്ക്കാറ്. ഭഗവാൻ ഞായറാഴ്ച നോക്കി കല്യാണം വെച്ചിട്ടുള്ളത് എന്താണ് പറയാൻ കാരണം വെച്ചാൽ ഇന്ന് മുടക്ക ദിവസമാണ്. ധാരാളം ആളുകൾക്ക് അത് മുമ്പേ പറഞ്ഞു, ദശമസ്കന്ധം, മറ്റ് സ്കന്ധങ്ങളെക്കാളും ദശമസ്കന്ധത്തിന് പ്രാധാന്യമുണ്ട് പറഞ്ഞു. ആ ദശമസ്കന്ധത്തിലെ പ്രധാനങ്ങളായിട്ടുള്ള കഥകൾ കേൾക്കാനും ഭഗവാന്റെ കല്യാണം എന്നുള്ള ഒരു ആഘോഷത്തിനൊക്കെ നമുക്ക് പാകമായി ഞായറാഴ്ച തന്നെ സംഗമേശൻ കൊണ്ടുവരുത്തിയേക്കാണ്. അപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞേ ചോദിച്ചാൽ, ഇവിടെ വന്നിരിക്കുന്നവരുണ്ടാവും. അപ്പൊ വീട്ടിലുള്ള ആൾക്കാരോട് പറയാ, നല്ലൊരു ദിവസം കിട്ടി, ഞായറാഴ്ച കിട്ടി, അനവധി പ്രാധാന്യങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്, അത് പിന്നീട് അനുസ്മരിക്കാം. അപ്പൊ അതുകൊണ്ട് ചായ കഴിച്ചാൽ ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നോളൂ കേട്ടോ എന്ന് മറ്റുള്ളവരോടും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധേശ്യാം. അപ്പം പേര് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പം ഉണ്ടാക്കേണ്ടതാണ്. കല്യാണഘോഷം ഗംഭീരാക്കണമെങ്കിൽ അപ്പം കൂടുതൽ വേണം.